അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. അസ്മദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. ജ്ഞാനാനന്ദമയം ദേവം നിർമ്മലസ്ഫടികാകൃതിം ആധാരം സർവവിദ്യാനാം ഹയഗ്രീവമുപാസ്മഹേ. ഓം ശ്രീ ഹയഗ്രീവമൂർത്തയേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം ശ്രീ മഹാസരസ്വത്यै നമഃ. ഉമാകോമളഹസ്താബ്ജസംഭാവിതലലാടകം ഹിരണ്യകുണ്ടലം വന്ദേ കുമാരം പുഷ്കരസ്രജം. ഓം വെற்றிவேல் മുരുകനുക്ക് ഹരോഹരാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ. കോമളം കുജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. സായങ്കാലേ വനാന്തേ കുസുമിത സമയേ സൈകതേ ചന്ദ്രികായാം ത്രൈലോക്യാകർഷണാംഗം സുരവരഗണികാ മോഹനാഭംഗമൂർത്തിം സേവ്യം ശൃംഗാരഭാവൈഃ നവരസഭരിതൈഃ ഗോപകന്യാസഹസ്രൈഃ വന്ദേഹം രാസകേളീരതമതിസുഭഗം വശ്യഗോപാലകൃഷ്ണം. ആനീലശ്ലക്ഷ്ണകേശം ജ്വലിതമകരസൽകുണ്ടലം മന്ദഹാസസ്യന്ദാർദ്രം കൗസ്തുഭശ്രീപരിഗതവനമാലോരുഹാരാഭിരാമം ശ്രീവത്സാംഗം സുബാഹും മൃദുലസദുദരം കാഞ്ചനഛായചേലം ചാരുസ്നിഗ്ധോരുമംബോരുഹലളിതപദം ഭാവയേഹം ഭവന്തം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ശ്രീനാഥ നാരായണ വാസുദേവ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. മോക്ഷാബ്ദിസാരമയ ഭാഗവതാഖ്യദദ്നോ നാരായണീയ നവനീതമഹോ ഗൃഹീത്വാ മായാമയൗഗ പരിതപ്ത ജനായ യോദാത് നാരായണാവനിസുരായ നമോസ്തു തസ്മൈ. ഗംഗാ ഗീതാ ച ഗായത്ര്യപി ച തുളസികാ ഗോപികാ ചന്ദനം തത് സാളഗ്രാമാഭി പൂജാ പരപുരുഷ തദൈകാദശീ നമവർണഃ. ഏതാന്യഷ്ടാപ്യയത്നാന്യൈ കലിസമയേ ത്വൽപ്രസാദ പ്രവൃദ്ധ്യാ ക്ഷിപ്രം മുക്തിപ്രദാനീത്യഭിദദുർഷയഃ തേഷു മാം
करविराजित शङ्खचक्र कौमोदगी सरसिजं करुणासमुद्रं राधा सहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि वातालयेशमनिशं हृदि भावयामि व्यासाय विष्णुरूपाय व्यासरूपाय विष्णवे नमो वै ब्रह्मनिधये वासिष्ठाय नमो नमः यं प्रव्रजन्तमनुपेदमपेदकृत्यं द्वैपायनो विरहकातर आजुहाव पुत्रेति तन्मयतया तरवोऽभिनेदुः तं सर्वभूतहृदयं मुनिमानतोऽस्मि नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। ओम श्री गुरुवायूरप्प शरणं। ओम नमो भगवते वासुदेवाय। ओम श्री कृष्ण परमात्मने नमः। ओम नमो नारायणाय। ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ദ്വാദശി ദിന ആശംസകൾ. ഗുരുവായൂരപ്പൻ്റെ പരിപൂർണ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നാരായണീയ പഠന പരമ്പര 66-ാമത്തെ ക്ലാസ്സാണെന്ന്. 23-ാമത്തെ ദശകം തുടരുകയാണ്. 2 ക്ലാസ് കഴിഞ്ഞു 23-ാം ദശകത്തിൽ. ഇന്ന് 3-ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് ഈ ദശകം തീർക്കാമെന്ന് വിചാരിക്കുന്നു. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ആദ്യം ഒന്ന് പാരായണം ചെയ്യാം. ഹരി ഓം. ഗുരുവായൂരപ്പ ശരണം. പ്രാചേദസസ്തു ഭഗവൻ അപരോഹി ദക്ഷഃ ത്വൽസേവനം വ്യതിത സർഗ വിവൃദ്ധി കാമഃ ആവിർബഭൂവിത തദാലസദഷ്ടബാഹുഃ തസ്മൈ വരം ദദിത താം ച വധൂം അസിക്നീം തസ്യാത്മജാസ്ത്വയുതമീശ പുനഃ സഹസ്രം ശ്രീനാരദസ്യ വചസാ തവ മാർഗമാപുഃ നൈഗത്ര വാ സമൃഷയേ സമുമോജശാപം ഭക്തോത്തമസ്തു ഋഷിരനുഗ്രഹമേവ മേനേ ഷഷ്ട്യാ തതോ ദുഹിതൃഭിഃ സൃജതഃ കുലൗഘാൻ ദൗഹിത്രസൂനുരതതസ്യ സ വിശ്വരൂപഃ ത്വൽസ്തോത്രവർമ്മിതമജാപയതിന്ദ്രമാജൗ ദേവ ത്വദീയ മഹിമാ खलु सर्वजैत्रः प्राक् शूरसेन विषये किल चित्रकेतुः पुत्राग्रही नृपतिरङ्गिरसः प्रभावाद् लब्ध्वैकपुत्रमत तत्र हते सपत्नी सङ्गैरमुह्यदवशस्तव माययासौ तं नारदस्तु सममङ्गिरसा दयालुः सम्प्राप्य तावदुपदर्श्य सुतस्य जीवं कस्यास्मि पुत्र इति तस्य गिरा विमोहं त्यक्त्वा त्वदर्चन विदौ नृपतिं न्ययुङ्क्त स्तोत्रं च मन्द्रमपि नारदतोऽधिलब्ध्वा तोषाय शेषवपुषो ननु ते तपस्यन् विद्याधराधिपतितां सहि सप्तरात्रे लब्ध्वाप्यकुण्डमतिरन्वभजद्भवन्दम् तस्मै मृणालधवलेन सहस्रशीर्ष्णा रूपेण बद्धनुति सिद्धगणावृतेन प्रादुर्भवन् अचिरतो नुतिभिः प्रसन्नो
ദത്വാത്മതത്വമനുഗൃഹ്യ തിരോദദാത ത്വൽഭക്തമൗലിരതസോऽപി ച ലക്ഷലക്ഷം വർഷാണി ഹർഷുലമനാ ഭുവനേഷു കാമം സംഗാപയൻ ഗുണഗണം തവ സുന്ദരീഭിഃ സംഗാതിരേകരഹിതോ ലളിതം ചചാര അത്യന്തസംഗവിലയായ ഭവൽ പ്രണുന്നോ നൂനം സറുപ്യ ഗിരിമാപ്യമഹൽ സമാജേ നിശങ്കമംഗകൃതവല്ലഭമംഗചാരിം തം ശങ്കരം പരിഹസൻ ഉമയാഭിഷേപേ നിസ്സംഭ്രമസ്ത്വയമയാചിതശാപമോക്ഷോ വൃത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധി ഭക്ത്യാത്മതത്വകഥനൈ സമരേ വിചിത്രം ശത്രോരപി ഭ്രമമപാസ്യ ഗതഃ പദം തേ ത്വൽസേവനേന ദിദിരിന്ദ്രവദോദ്യതാഭി താൻ പ്രത്യുതേന്ദ്ര സുഹൃദോ മരുതോ ബിലേബേ ദുഷ്ടാശയേപി ശുഭദൈവ ഭവന്നിഷേവാ തത്താദൃശസ്ത്വമവമാം പവനാലയേശ ദുഷ്ടാശയേപി ശുഭദൈവ ഭവന്നിഷേവാ തത്താദൃശസ്ത്വമവമാം പവനാലയേശ തത്താദൃശസ്ത്വമവമാം പവനാലയേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ഒരിക്കൽ കൂടെ സുസ്വാഗതം. നാരായണ നാരായണ. ഇപ്പൊ നമ്മൾ ദക്ഷന്റെ ചരിതം പറഞ്ഞ് ദക്ഷന്റെ 60 പുത്രിമാരിലൂടെ എങ്ങനെയാണ് ദക്ഷൻ ലോകത്തിൽ സൃഷ്ടിയെ അഭിവൃദ്ധിപ്പെടുത്തിയത് എന്ന് പറഞ്ഞപ്പോൾ സന്ദർഭവശാൽ ദക്ഷന്റെ ഒരു പുത്രിയായ ധനുവിന്റെ മകളും മറ്റൊരു പുത്രിയായ അതിഥിയുടെ മകനും അഥവാ ത്വഷ്ടാവ് എന്ന് പറയുന്ന ഒരു ദേവനും അസുര സ്ത്രീയുമായി വിവാഹിതരായി. അവരിലുണ്ടായ പുത്രനാണ് വിശ്വരൂപൻ എന്ന ഒരു ആചാര്യൻ. അദ്ദേഹത്തെ ഇന്ദ്രൻ തൻ്റെ ഗുരുവായി വരിച്ചു. ആ വിശ്വരൂപനാൽ നാരായണ കവചം ഉപദേശിക്കപ്പെട്ട ഇന്ദ്രൻ നാരായണ കവചം ജപിച്ചുകൊണ്ട് അസുരന്മാരോട് യുദ്ധത്തിൽ വിജയം നേടി. അതിനുശേഷം പിന്നീട് അതേ വിശ്വരൂപൻ തന്നെ ദേവന്മാർക്ക് വേണ്ടി യാഗം ചെയ്യുമ്പോൾ ഇദ്ദേഹം, ഈ വിശ്വരൂപൻ എന്ന ഗുരു, അസുരന്മാർക്കും നന്മയുണ്ടാവാൻ സങ്കല്പിക്കുന്നത് മനസ്സിലാക്കിയ ഇന്ദ്രൻ വിശ്വരൂപനെ വധിച്ചു കളയുകയും ആ വിശ്വരൂപൻ അല്ലെങ്കിൽ വിശ്വരൂപന്റെ അച്ഛനായ ത്വഷ്ടാവ് ഇന്ദ്രനോട് പ്രതികാരം ചെയ്യാൻ ഒരു ആഭിചാര ഹോമം ചെയ്യുകയും ആ ഹോമത്തിൽ നിന്ന് വൃത്രാസുരൻ ആവിർഭവിക്കുകയും ചെയ്തു. ആ വൃത്രാസുരനും ഇന്ദ്രനുമായിട്ടുള്ള യുദ്ധത്തിൽ ആദ്യം ഇന്ദ്രൻ പരാജയപ്പെട്ടു. പിന്നീട് വിഷ്ണു ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ദദീജി മഹർഷിയുടെ അസ്ഥി കൊണ്ട് വജ്രായുധം നിർമ്മിച്ച് വൃത്രാസുരനോട് വീണ്ടും യുദ്ധത്തിനായി വരികയും ആ യുദ്ധത്തിൽ വൃത്രാസുരൻ അത്യത്ഭുതകരമായ
ഒരു ഭക്തിഭാവത്തെ പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ദ്രനെ പരാജയപ്പെടുത്തിയിട്ടും ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് വജ്രായുധം തട്ടിക്കളഞ്ഞിട്ടും ഇന്ദ്രനോട് ആവശ്യപ്പെടുന്നു, ആ വജ്രായുധമെടുത്ത് എന്നെ കൊന്നുകളയൂ. ആ വജ്രായുധം ഈശ്വരാനുഗ്രഹം കിട്ടിയിട്ടുള്ളതാണ്. അത് മഹാത്മാവായ ദദീചി മഹർഷിയുടെ അസ്ഥിയാണ്. അത് പാഴായി പോകരുത് അദ്ദേഹത്തിന്റെ തപസ്. അതുകൊണ്ട് എന്നെ കൊന്നുകളയൂ എന്ന് പറഞ്ഞുകൊണ്ട് സ്വയം കൊല്ലാൻ അനുവദിച്ചു കൊടുക്കുകയും അതിന് നിർബന്ധിക്കുകയും ചെയ്തുകൊണ്ട് സ്വയം ഇന്ദ്രന്റെ കൈകൊണ്ട് മരണം വരിച്ച, ഭഗവാനെ സ്തുതിച്ചുകൊണ്ടേ യുദ്ധം ചെയ്ത അതിമഹാനായിട്ടുള്ള ആ വൃത്രാസുരനെ കുറിച്ച് നമ്മുടെ ഭാഗവതത്തിൽ പരീക്ഷിത് രാജാവ് ശുഖബ്രഹ്മർഷിയോട് ചോദിച്ചപ്പോൾ ശുഖബ്രഹ്മർഷി പറഞ്ഞ കഥയാണ് വൃത്രാസുരന്റെ പൂർവചരിതം ചിത്രകേതു ഉപാഖ്യാനം. മേൽപ്പത്തൂര് ആ ചിത്രകേതു ചരിതത്തെ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് പാർവതി ശാപം കൊണ്ട് വൃത്രാസുരനായി ജനിച്ചു എന്ന് ഒരു ശ്ലോകം കൊണ്ട് വൃത്രാസുരന്റെ ചരിതം പറഞ്ഞ് മേൽപ്പത്തൂർ ഉപസംഹരിക്കുന്നത്. അപ്പൊ മേൽപ്പത്തൂർ ആദ്യം ചിത്രകേതു ചരിതം പറയുന്നു, പിന്നീട് വൃത്രാസുരനെ പറയുന്നു. അപ്പൊ ചിത്രകേതു ചരിതം അദ്ദേഹം അവതരിപ്പിച്ചത് പണ്ട് ശൂരസേനം എന്ന ദേശത്ത് ചിത്രകേതു എന്ന പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സന്തതികൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം സന്തതികളെ ആഗ്രഹിച്ച് അങ്കിരസ് മഹർഷിയെ ശരണം പ്രാപിച്ചു. അദ്ദേഹത്തിന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് കൃതദ്യുതി എന്ന പേരുള്ള ഒരു ഭാര്യയിൽ ഒരു പുത്രൻ ഉണ്ടായി. അപ്പൊ മറ്റനേകം നൂറുകണക്കിന് ഭാര്യമാർ അസൂയ പൂണ്ടവരായി. കാരണം ഈ ചിത്രകേതു രാജാവിന് കൃതദ്യുതിയോട് മാത്രമായി സ്നേഹം ഒതുങ്ങി. അദ്ദേഹം മറ്റുള്ള സ്ത്രീകളെ അവഗണിച്ചു. അപ്പോൾ അവരുടെ ഉള്ളിലുണ്ടായ അമർഷം അത് അസൂയയും മത്സരവുമായി മാറി, അത് വഞ്ചനയായി മാറി. ഈ കൃതദ്യുതിയുടെ ധാത്രി അഥവാ ആ കുട്ടിയെ നോക്കുന്ന ധാത്രിക്ക് ധനം കൊടുത്ത് സ്വാധീനിച്ച് ചിത്രകേതുവിനുണ്ടായ ഏകപുത്രനെ വിഷം കൊടുത്ത് കൊല്ലിക്കുന്നു. ആ ദുഃഖത്തിൽ പരവശനായി തീർന്ന ചിത്രകേതുവിനെ പിന്നീട് നാരദനും അങ്കിരസും വന്ന് ആശ്വസിപ്പിക്കുകയും ആ സന്ദർഭത്തിൽ മരിച്ചുപോയ ജീവാത്മാവിനെ വരുത്തിച്ച് നാരദൻ സംസാരിപ്പിക്കുകയും ചെയ്തു. ആ കുട്ടി, ആ ജീവാത്മാവ് ചോദിച്ചു, ഞാൻ ആരുടെ പുത്രനാണ്? എനിക്ക് അങ്ങനെ അച്ഛനമ്മമാരൊന്നുമില്ല. ഞാൻ ഒരുപാട് അച്ഛനമ്മമാരെ സ്വീകരിച്ചിട്ടുണ്ട്. എനിക്ക് സ്ഥിരമായിട്ടൊരു അച്ഛനമ്മമാരൊന്നുമില്ല എന്നുള്ള തത്വം പ്രകാശിപ്പിച്ചപ്പോൾ വിവേകമുണ്ടായ ചിത്രകേതുവിന് ഭഗവാനെ ഉപാസിക്കുവാൻ, സംഘർഷണമൂർത്തിയായി ഉപാസിക്കുവാനുള്ളതായിട്ടുള്ള മന്ത്രം ഉപദേശിച്ചു കൊടുത്തു നാരദ മഹർഷിയും അങ്കിരസ് മഹർഷിയും കൂടെ. അങ്ങനെ സംഘർഷണമൂർത്തിയെ ഉപാസിച്ച ചിത്രകേതുവിന് 7 ദിവസം കൊണ്ട് അനുഗ്രഹം കിട്ടി. വിദ്യാധരന്മാരുടെ അധിപതിയായി തീർന്നു. പിന്നീടും അദ്ദേഹം ഭഗവാനെ നിഷ്കാമനായി ഭജിച്ചുകൊണ്ട് വിദ്യാധരപതിയായി അനേക അപ്സര സ്ത്രീകളോടുകൂടെ, ഗന്ധർവ സ്ത്രീകളോടുകൂടെ അല്ലെങ്കിൽ വിദ്യാധര സ്ത്രീകളോടുകൂടെ വിമാനത്തിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഭഗവാൻ സംഘർഷണമൂർത്തി അദ്ദേഹത്തിന് പ്രസാദിച്ച് പ്രത്യക്ഷനാവുകയും തത്വോപദേശം നൽകുകയും ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നമ്മളത് വായിച്ചിട്ടില്ല. 6 ശ്ലോകങ്ങളാണ് ഇന്നലെ വായിച്ചു നിർത്തിയത്. അപ്പൊ 7 മുതൽക്കുള്ളതായിട്ടുള്ള ശ്ലോകങ്ങൾ കാണാം. തസ്മൈ മൃണാളധവളേന സഹസ്രശീർഷ്ണ രൂപേണ ബദ്ധനുതി സിദ്ധഗണാവൃതേന പ്രാദുർഭവൻ അചിരതോ നുതിഭിപ്രസന്നോ ദത്വാത്മതത്വമനുഗൃഹ്യ തിരോദദാത. തസ്മൈ മൃണാളധവളേന സഹസ്രശീർഷ്ണ രൂപേണ ബദ്ധനുതി സിദ്ധഗണാവൃതേന പ്രാദുർഭവൻ അചിരതോ നുതിഭിപ്രസന്നോ ദത്വാത്മതത്വമനുഗൃഹ്യ തിരോദദാത. അപ്പോ തസ്മൈ, തസ്മൈ എന്ന് പറഞ്ഞാൽ അവനായിക്കൊണ്ട്, ചിത്രകേതുവിനായിക്കൊണ്ട്, മൃണാളധവളേന
സഹസ്രശീർഷ്ണ ബദ്ധനുതി സിദ്ധഗണാവൃതേന രൂപേണ പ്രാദുർഭവൻ അചിരതഃ നുതിഭിഃ പ്രസന്നഃ ആത്മതത്വം ദത്വ അനുഗൃഹ്യ അത തിരോദത. തിരോധാനം ചെയ്തു. ആത്മതത്വത്തെ ഉപദേശിച്ച് അനുഗ്രഹിച്ച് തിരോധാനം ചെയ്തു. ആര്? സഹസ്രശീർഷ്ണ എന്ന് പറഞ്ഞു. സഹസ്രശീർഷ്ണ, സഹസ്രശീർഷാവിനാൽ 1000 ശിരസ്സുള്ളതായിട്ടുള്ള ആദിശേഷമൂർത്തിയാൽ അനുഗ്രഹിച്ച് തിരോധാനം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ എന്താ പറയാ തീവ്രമായിട്ടുള്ള ഭക്തി, സംഘർഷണമൂർത്തിയോടുള്ള അദ്ദേഹത്തിന്റെ ഭക്തി കൊണ്ട് ഇദ്ദേഹത്തിന്റെ മുമ്പിൽ ഭഗവാൻ സംഘർഷണമൂർത്തി ആദിശേഷനായി പ്രത്യക്ഷനായി എന്ന് പറയുന്നതാണ്. തസ്മൈ അവനായിക്കൊണ്ട് മൃണാളധവളേന, മൃണാളധവളം എന്ന് പറഞ്ഞാൽ, മൃണാളം എന്ന് പറഞ്ഞാല് താമര വളയം, താമരത്തണ്ട്, താമരയുടെ വേര്. അത് ധവളവർണ്ണമാണ്, നല്ല വെളുപ്പാണ്, വെള്ളത്തിൽ കിടന്ന് വെളുത്ത നിറമാണ്, നല്ല എന്താ പറയുക വെളുത്ത പാമ്പിന്റെ ശരീരം പോലെ ഇരിക്കും. അപ്പൊ ഇദ്ദേഹവും പാമ്പാണല്ലോ, ആദിശേഷനാണല്ലോ. നല്ല വെളുത്ത വഴുന്നുള്ളതായിട്ടുള്ള താമര തണ്ടുപോലെയുള്ള ശരീരമാണ് ആദിശേഷന്റെ ശരീരം. അതാണ് മൃണാളധവളേന സഹസ്രശീർഷ്ണ, 1000 ശിരസ്സുള്ള രൂപത്തിൽ, ആദിശേഷ രൂപത്തിൽ എന്നർത്ഥം. 1000 ശിരസ്സോടുകൂടിയും ബദ്ധനുതി സിദ്ധ ഗണാവൃതേന രൂപേണ, തന്റെ ചുറ്റും നിന്നുകൊണ്ട് ബദ്ധരായിട്ടുള്ള നുതിയോടുകൂടി, നുതിബദ്ധരായ സിദ്ധഗണാവൃതേന രൂപേണ, സിദ്ധഗണങ്ങളാൽ സേവിതമായ രൂപത്തോടുകൂടെ ആര് വന്നു? ആദിശേഷം ഭഗവാൻ വന്നു. എന്നിട്ട് അചിരതഃ പ്രാദുർഭവൻ എന്ന്, അധികം താമസിയാതെ അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രാദുർഭവിച്ചിട്ട് പ്രത്യക്ഷമായിട്ട് നുതിഭിഹി പ്രസന്നഃ, നുതിഭിഹി പ്രസന്നഃ, ചിത്രകേതുവിന്റെ സ്തുതികളെ കൊണ്ട് പ്രസന്നനായിട്ട് ആത്മതത്വം ദത്വ, ആത്മതത്വോപദേശം ചെയ്ത് അനുഗ്രഹ്യ തിരോദത, അനുഗ്രഹിച്ച് തിരോധാനം ചെയ്തില്ലേ ഗുരുവായൂരപ്പ? അങ്ങ് തിരോദദാത, ത്വം തിരോദദാത എന്ന് തന്നെയാണ്. അങ്ങ് തിരോധാനം ചെയ്തു. അപ്പോ അദ്ദേഹത്തിന്റെ മുമ്പിൽ, ചിത്രകേതുവിന്റെ മുമ്പിൽ ആദിശേഷമൂർത്തി പ്രത്യക്ഷമായി. ആദിശേഷമൂർത്തിയായ ഭഗവാനെ ചിത്രകേതു സ്തുതിക്കുന്നതായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു സ്തുതിയുണ്ട് ഷഷ്ഠസ്കന്ധത്തിൽ 16-ാം അധ്യായത്തിൽ 34-ാം ശ്ലോകം മുതൽ 48-ാം ശ്ലോകം വരെയുള്ള 15 ശ്ലോകം. നല്ല മനോഹരമായിട്ടുള്ള വൃത്തത്തിലുള്ളതായിട്ടുള്ള സ്തുതിയാണ്. ആ സ്തുതി കൊണ്ട് സ്തുതിച്ചു. അപ്പൊ സന്തോഷിച്ചതായിട്ടുള്ള ആദിശേഷമൂർത്തി ഇദ്ദേഹത്തിന് ആത്മതത്വോപദേശം ചെയ്തു. ആത്മതത്വോപദേശം ചെയ്ത് പിന്നീട് അനുഗ്രഹിച്ച് അദ്ദേഹം അന്തർദാനം ചെയ്തു എന്നുള്ള ആ ഭാഗമാണ് ഇവിടെ 7-ാമത്തെ ശ്ലോകത്തിൽ മേൽപ്പത്തൂര് സംഗ്രഹിച്ചത്. അപ്പൊ ഭഗവാൻ ആദിശേഷമൂർത്തി പ്രത്യക്ഷമായതിനെ കുറിച്ച് 30-ാമത്തെ ശ്ലോകം മുതൽ 16-ാം അധ്യായത്തിൽ 30 മുതൽ 33 വരെയുള്ള ശ്ലോകങ്ങളിൽ വർണ്ണിച്ചിട്ട് പിന്നീട് 34 മുതൽക്കുള്ള ശ്ലോകങ്ങളിൽ ചിത്രകേതുവിന്റെ ആദിശേഷ സ്തുതിയാണ്, സംഘർഷണമൂർത്തിയെ സ്തുതിക്കുന്ന സ്തുതിയാണ്. ഒന്ന് വായിച്ചിട്ട് പോകാം, ഒന്നും പറയുന്നൊന്നുമില്ല, വായിച്ചിട്ട് പോകാം. അതിൻ്റെ ഒരു രസം ആസ്വദിക്കാൻ വേണ്ടി, ആ ശ്ലോകത്തിന്റെ മനോഹാരിത ആസ്വദിക്കാൻ വേണ്ടി അതൊന്ന് വായിച്ചു മാത്രം പോകാം. ആര് സ്തുതിച്ചതാണ്? ചിത്രകേതു സ്തുതിച്ചതാണ്. ആരെ സ്തുതിച്ചതാണ്? ആദിശേഷമൂർത്തിയെ സ്തുതിച്ചതാണ്. ഏത് അധ്യായത്തിലാണ്? ഷഷ്ഠസ്കന്ധത്തിൽ 16-ാം അധ്യായത്തിൽ. ഏത് ശ്ലോകങ്ങളാണ്? 34 മുതൽ 48 വരെ 15 ശ്ലോകങ്ങൾ. ഓർമ്മ വയ്ക്കാൻ വേണ്ടി പറയുക, പഠിക്കാം. നല്ല സ്തുതിയാണ്. ആ സ്തുതി വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ചിത്രകേതുർവാച അജിതജിത സമമതിഭിഃ
സാധുഭിർഭവാഞ്ചിതാത്മഭിർഭവതാ വിജിതാസ്തേപി ച ഭജതാം അകാമാത്മനാം യ ആത്മദോതി കരുണഃ തവ വിഭവഃ ഖലു ഭഗവൻ ജഗദുദയസ്ഥിതിലയാദീനി വിശ്വസൃജസ്ത്യംശാംശാഃ തത്ര മൃഷാ സ്പർദ്ധന്തെ പൃഥഗഭിമത്യ പരമാണു പരമമഹദോ ത്വമാദ്യന്താന്തരവർത്തി ത്രയവിദുരഃ ആദാവന്ദേപി ച സത്വാനാം യദ്ധ്രുവം തദേവാന്തരാളേപി ക്ഷിത്യാദിഭിരേഷ കിലാവൃതഃ സപ്തഭിർദശഗുണോത്തരൈരാണ്ഡകോശഃ യത്ര പദത്യണുകൽപഃ സഹാണ്ഡകോടികോടിഭിസ്തദനന്ദഃ വിഷയതൃശോ നരപശവോ യ ഉപാസത്തെ വിഭൂതിർന പരം ത്വാം തേഷാമാശിഷൈഷ തദനു വിനശ്യന്തി യദാ രാജകുലം കാമദിയസ്ത്വൈരചിതാ ന പരമരോഹന്തി യദാ കരംബബീജാനി ജ്ഞാനാത്മന്യഗുണമയേ ഗുണഗണദോസ്യ ദ്വന്ദ്വജാലാനി ജിതമജിത തദാ ഭവദാ യദാഹ ഭാഗവതം ധർമ്മമനവദ്യം നിഷ്കിഞ്ചനായേ മുനയഃ ആത്മാരാമായമുപാസതേവ വർഗായ വിഷമമതിർന യത്ര നൃണാം ത്വമഹമിതി മമ തവേദി ച യദന്യത്ര വിഷമതിയാ രചിതോ യഃ സഹ്യവിശുദ്ധ ക്ഷയിഷ്ണുരധർമ്മബഹുളഃ കക്ഷേമോ നിജപരയോഃ കിയാനർത്ഥസ്വപരദ്രുഹാ ധർമ്മേണ സ്വദ്രോഹാത്തവ കോപഃ പരസംപീഡയാ ച തഥാ ധർമ്മഃ ന വ്യഭിചരതി തവേക്ഷാ യയാ ഹ്യഭിഹിതോ ഭാഗവതോ ധർമ്മഃ സ്ഥിരചരസത്വകദംബേഷു അപൃഥഗ്ധിയോ യമുപാസതേ ത്വാര്യാഃ ന ഹി ഭഗവന്നഘടിതമിദം ത്വദ്ദർശനാത് നൃണാം അഖിലപാപക്ഷയഃ യന്നാമ സകൃത്ശ്രവണാത് പുൽക്കസകോ വിവിമുച്യതേ സംസാരാത് അത ഭഗവൻ വയമധുനാ ത്വദവലോക പരിമൃഷ്ടാശയമലാഃ സുരർഷിനായ ദുദിതം താവകേന കഥമന്യദാ ഭവതി വിദിതമനന്ത സമസ്തം തവ ജഗദാത്മനോ ജനൈരിഹാചരിതം വിജ്ഞാപ്യം പരമഗുരോഃ കിയദിവ സവിതുരിവ ഗദ്യോദൈഃ നമസ്തുഭ്യം ഭഗവതേ സകലജഗൽസ്ഥിതിലയോദയേശായ ദുരവസിതാത്മഗതയേ കുയോഗിനാം പിതാ പരമഹംസായ യം വൈശ്വസന്തമനു വിശ്വസൃജശ്വസന്തി യം ചേകിദാനമനുചിത്തയ ഉച്ചകന്തി ഭൂമണ്ഡലം സർഷപായതി യസ്യ മൂർധ്നി തസ്മൈ നമോ ഭഗവതേസ്തു സഹസ്രമൂർധ്നേ തസ്മൈ നമോ ഭഗവതേസ്തു സഹസ്രമൂർധ്നേ. അതിമനോഹരമായിട്ടുള്ള സ്തുതിയാണ്, അതുകൊണ്ടാണ് വായിക്കാതിരിക്കാനായില്ല, അതുകൊണ്ട് വായിച്ചു. ഭാഗവതം പഠിക്കുമ്പോൾ കൂടുതലായിട്ട് വിസ്തരിച്ച് പഠിക്കാം. നാരായണ. അപ്പൊ അങ്ങനെ നുതിബി പ്രസന്നോ ദത്വാ ആത്മതത്വം അനുഗൃഹ്യ തിരോദദാത. ആത്മതത്വത്തെ ഉപദേശിച്ച് അനുഗ്രഹവും കൊടുത്ത് ആദിശേഷമൂർത്തി തിരോധാനം ചെയ്തു. അതിനുശേഷം എന്തുണ്ടായി നോക്കാം. 8ാമത്തെ ശ്ലോകം. ത്വൽഭക്തമൗലിരഥസോഭിചലക്ഷലക്ഷം വർഷാണി ഹർഷുലമനാ ഭുവനേഷു കാമം സംഗാപയൻ ഗുണഗണം തവ സുന്ദരീഭിഃ സംഗാതിരേകരഹിതോ ലളിതം ചചാര. ത്വദ്ഭക്തമൗലിരഥ സോഭിചലക്ഷലക്ഷം വർഷാണി ഹർഷുലമനാ
ഭുവനേഷു കാമം സംഗാപയൻ ഗുണഗണം തവ സുന്ദരീഭിഃ സംഗാതിരേകരഹിതോ ലളിതം ചചാര. ത്വദ്ഭക്തമൗലിഃ അധ സോപി ച ലക്ഷലക്ഷം വർഷാണി ഹർഷുലമനാഃ ഭുവനേഷു കാമം സംഗാപയൻ ഗുണഗണം തവ സുന്ദരീഭിഃ സംഗാതിരേകരഹിതോ ലളിതം ചചാര. അപ്പോ ത്വൽ ഭക്തമൗലിഃ അത അനന്തരം ത്വൽ ഭക്തമൗലിഃ, ഗുരുവായൂരപ്പ അങ്ങയുടെ ഭക്തന്മാരിൽ വെച്ച് മൗലിസ്ഥാനത്തിരിക്കുന്നവൻ, ഭക്തശിരോമണി, അങ്ങയുടെ ഭക്തശിരോമണിയായിരിക്കുന്ന സോപി അവനാവട്ടെ, ആ ചിത്രകേതു ആവട്ടെ എന്നർത്ഥം. അദ്ദേഹം എന്ത് ചെയ്തു? ലക്ഷലക്ഷം വർഷാണി ഹർഷുലമനാഹ ഭുവനേഷു തവ ഗുണഗണം കാമം സംഗാപയൻ ലളിതം ചചാര. ലക്ഷലക്ഷം വർഷാണി, എത്ര കാലം? അനേക ലക്ഷം സംവത്സരങ്ങൾ. ഹർഷുലമനാഹ, ഹർഷം കൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടെ ഭഗവാനെ ഭജിക്കുന്നതിൽ തന്നെ നിർവൃതനായിക്കൊണ്ട്, ഭഗവാനെ വിഷ്ണുവിന്റെ അംശമൂർത്തിയായ സംഘർഷണമൂർത്തിയെ തന്നെ ഭജിച്ചുകൊണ്ട്, ആ ഭഗവത് ഭജനം കൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടെ, ഹർഷുലമനാഹ ഹർഷത്തോടുകൂടിയ മനസ്സോടുകൂടെ, ഭുവനേഷു ലോകങ്ങളിൽ എല്ലായിടത്തും, എല്ലാ ലോകത്തും വിമാനത്തിൽ അദ്ദേഹം സഞ്ചരിച്ചു. എന്തു ചെയ്തുകൊണ്ട്? തവ ഗുണഗണം സംഗാപയൻ, തവ ഗുണഗണം അങ്ങയുടെ ഗുണഗണങ്ങളെ സംഗാപയൻ നന്നായി ഗാനം ചെയ്തുകൊണ്ട്. വിദ്യാധരനായതുകൊണ്ട് സംഗീതജ്ഞനും കൂടിയാണ്. അപ്പൊ അങ്ങയുടെ ഗുണഗണങ്ങളെ ഗുരുവായൂരപ്പ പാടിക്കൊണ്ട് സന്തോഷത്തോടുകൂടി അദ്ദേഹം സുന്ദരീഭിഹി, വിദ്യാധര സുന്ദരികളും അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്, അവരോടുകൂടെ കാമം ചചാര, ഇഷ്ടം പോലെ സഞ്ചരിച്ചു. സംഗാതിരേകരഹിത, സംഘ അതിരേകമില്ലാത്തവനായിട്ട്, ഒന്നിലും ആസക്തിയില്ലാത്തവനായിട്ട്, ഒരാസക്തിയും കൂടാതെ പൂർണ്ണ സ്വതന്ത്രനായി ലളിതം ചചാര, ലളിതം മനോഹരമായി, സുന്ദരമായി, ഉല്ലാസമായി അദ്ദേഹം സഞ്ചരിച്ചു. അപ്പോ ഭഗവാന്റെ ഭക്തിമൗലിയായ ശിരോമണിയായ ചിത്രകേതുവാകട്ടെ അനേക ലക്ഷം വർഷങ്ങൾ നിറഞ്ഞ മനസ്സോടെ സന്തോഷപൂർവമായിട്ട് ലോകങ്ങൾ തോറും സ്ത്രീകളാൽ സേവിതനായിക്കൊണ്ട് വിമാനത്തിൽ യഥേഷ്ടം സഞ്ചരിച്ചുകൊണ്ട് ഭഗവാന്റെ ഗുണഗണങ്ങളെ ഗാനം ചെയ്തുകൊണ്ട് ഒന്നിലും സംഘമില്ലാത്തവനായി സഞ്ചരിച്ചു, സുന്ദരമായി സഞ്ചരിച്ചു. അതാണ് ചിത്രകേതുവിന്റെ സഞ്ചാരം. അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു മുക്തനെ പോലെ സഞ്ചരിച്ചു. നാരദാദികളും ശുഖബ്രഹ്മർഷിയും സഞ്ചരിക്കും പോലെ ഭജനാനന്ദത്തോടുകൂടെ സഞ്ചരിച്ചു. ഭഗവാനെ ഭജിച്ചുകൊണ്ട്, ഭഗവാനെ കീർത്തിച്ചുകൊണ്ട് ആനന്ദമായി സഞ്ചരിച്ചു. ഭാഗ്യവാൻ ഭാഗ്യവാൻ ഭാഗ്യവാൻ. ആര്? ചിത്രകേതു. അതിനുശേഷം ആ ചിത്രകേതുവിന് പറ്റുന്ന ഒരു ചെറിയ അബദ്ധം, കൈലാസത്തിൽ വെച്ച്, ഇളാവൃതത്തിൽ വെച്ച് മഹാദേവനും പാർവതീദേവിയുമായി നഗ്നഭാവത്തിലിരിക്കുന്നത് കണ്ട് പരിഹസിക്കുന്നു. അതിന്റെ ഫലമായി പാർവതീദേവിയുടെ ശാപം കൊണ്ടാണ് അദ്ദേഹം വൃത്രാസുരനായി ഭവിക്കുന്നത്. ആ കഥയിലേക്ക് വരികയാണ് 9ാമത്തെ ശ്ലോകത്തില്. 8ാമത്തെ ശ്ലോകം ഒന്നുകൂടെ ചൊല്ലാം. ത്വൽഭക്തമൗലിരദസോപി ച ലക്ഷലക്ഷം വർഷാണി ഹർഷുലമനാ ഭുവനേഷു കാമം സംഗാപയൻ ഗുണഗണം തവ സുന്ദരീഭിഃ സംഗാതിരേകരഹിതോ ലളിതം ചചാര. 9ാമത്തെ ശ്ലോകം.
അത്യന്ത സംഘവിലയായ ബവൽ പ്രണുന്നോ നൂനം സ്വരൂപ്യ ഗിരിമാപ്യമഹൽ സമാജേ നിശങ്കമംഗകൃതവല്ലഭമംഗജാരിം തം ശങ്കരം പരിഹസൻ ഉമയാഭിഷേപേ. അത്യന്ത സംഘവിലയായ ബവൽ പ്രണുന്നോ നൂനം സ്വരൂപ്യ ഗിരിമാപ്യമഹൽ സമാജേ നിശങ്കമംഗകൃതവല്ലഭം അംഗജാരിം തം ശങ്കരം പരിഹസൻ ഉമയാഭിഷേപേ. തം ശങ്കരം പരിഹസൻ ഉമയാഭിഷേപേ. അപ്പോ ആ ചിത്രകേതു വിമാനത്തിൽ സ്ത്രീകളുമായി ഭഗവാനെ കുറിച്ച് ഗാനം ചെയ്തുകൊണ്ട് യഥേഷ്ടം സഞ്ചരിക്കുന്നതിന്റെ ഇടയ്ക്ക് അത്യന്ത സംഘവിലയായ ബവൽ പ്രണുന്നഹ, ഒട്ടും ഒരിടത്തും സംഘമില്ലാതിരിക്കാനായിക്കൊണ്ട് എപ്പോഴും ഭഗവാനെ തന്നെ സ്തുതിച്ച് നടക്കുന്ന അദ്ദേഹം ഇനി ഇപ്പോ ഇവിടെ പറയുന്നത് ഭഗവൽ പ്രണുന്നഹ എന്ന് പറയുമ്പോ ഭഗവാനാൽ പ്രേരിതനായിട്ടെന്നോണം, ഭഗവാനാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ട് എന്ന് വെച്ചാലോ എന്തിനു വേണ്ടിയിട്ടാണെങ്കിൽ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും അഭിമാനമോ വേറെ എന്തെങ്കിലും ചെറിയ സംഘങ്ങളോ ഉണ്ടെങ്കിൽ അതുപോലും പൂർണ്ണമായി പോകാനെന്നാണ് മേൽപ്പത്തൂർ പറയുന്നത്. അത്യന്ത സംഘവിലയായ ബവൽ പ്രണുന്നഹ, ചിത്രകേതുവിന് ഒരു വിഷയത്തിലും ഒരു കാര്യത്തിലും ഒരു സംഘവും ഇല്ലാതിരിക്കാൻ വേണ്ടി ബവൽ പ്രണുന്നഹ അങ്ങയാൽ പ്രേരിതനായിട്ട് നൂനം സഹ രൂപ്യഗിരിം ആപ്യ, സഹ അവൻ ചിത്രകേതു നൂനം തീർച്ചയായിട്ടും രൂപ്യഗിരിം ആപ്യ. രൂപ്യഗിരി എന്ന് പറഞ്ഞാൽ രൂപ്യം എന്നാൽ വെള്ളി. അപ്പൊ വെള്ളിഗിരി ഏതാ? വെള്ളിഗിരി കൈലാസപർവ്വതം, രജതഗിരിയാണത് അല്ലെ? മഞ്ഞുകൊണ്ട് ഐസ് കൊണ്ട് വെട്ടിത്തിളങ്ങുന്ന വെള്ളി പോലെ ഇരിക്കുന്ന പർവ്വതമായതുകൊണ്ട് കൈലാസത്തെ വെള്ളിമല, രജതഗിരി എന്നൊക്കെ പറയുന്നു. അത് തന്നെ ഇവിടെ രൂപ്യഗിരി എന്ന് പറഞ്ഞാൽ രൂപ്യം എന്നാൽ വെള്ളിയാണ്. അപ്പൊ രൂപ്യഗിരിം ആപ്യ, ആപ്യ പ്രാപ്യ പ്രാപിച്ചിട്ട് മഹൽ സമാജേ നിശങ്കം അംഗകൃതവല്ലഭം അംഗചാരിം തം ശങ്കരം പരിഹസന് ഉമയ അഭിഷേപേ. അപ്പൊ ശങ്കരനെ പരിഹസിച്ചു. തം ശങ്കരം പരിഹസൻ, ആ ശങ്കരനെ പരിഹസിച്ചിട്ട് ഉമയ അഭിഷേപേ, ഉമയാൽ അഭിശപ്തനാക്കപ്പെട്ടു, ശപിക്കപ്പെട്ടു. ഉമ ശപിച്ചു, പാർവതീദേവി ശപിച്ചു. അപ്പൊ എവിടെ വെച്ചിട്ട്? ആ രൂപ്യഗിരിയില് മഹൽ സമാജേ, മഹാത്മാക്കളുടെ സമാജത്തിൽ നിശങ്കം അംഗകൃതവല്ലഭം, തന്റെ വല്ലഭയെ അംഗകൃതം, അംഗകൃതം മടിയിൽ വച്ചിരിക്കുന്നു, നിശങ്കം ഒരു ശങ്കയുമില്ലാതെ. എവിടെ? മഹൽ സമാജത്തിൽ. ആര്? അംഗചാരി, അംഗജരിപു, കാമാരി എന്നർത്ഥം. അംഗജൻ കാമദേവനാണ്, അരി ശത്രു. അപ്പൊ കാമദേവന്റെ ശത്രുവായ ഭഗവാൻ മഹാദേവൻ പാർവതീദേവിയെ മടിയിലിരുത്തിയിരിക്കണു വലിയ സഭയിൽ വെച്ച്. അപ്പൊ മേൽപ്പത്തൂര് നല്ല ഒരു പ്രയോഗമാണ് അംഗചാരി എന്ന് തന്നെ പ്രയോഗിച്ചത്. കാമാരിയായ ഭഗവാൻ തന്റെ ഭാര്യയെ മടിയിൽ വച്ചിരിക്കുന്നു. അപ്പൊ അദ്ദേഹം കാമം കൊണ്ടല്ല മടിയിൽ വച്ചിരിക്കുന്നത് എന്നർത്ഥം. അദ്ദേഹത്തിന്റെ ഉള്ളിൽ കാമം ഒട്ടുമില്ല. പൂർണ്ണജ്ഞാനിയാണ് ഭഗവാൻ. ജ്ഞാനിയായ ഭഗവാൻ തന്റെ പത്നിയെ തന്റെ മടിയിൽ വച്ചിരിക്കുന്നത് ഒരു കാമവുമില്ലാതെ, എല്ലാ എന്താ പറയുക പരിമിത ചിന്തകൾക്കും അതീതനായിക്കൊണ്ട്, നിസ്സംഗനായിക്കൊണ്ട്, ലൗകികങ്ങളായ എല്ലാ ദൂഷ്യങ്ങൾക്കും അതീതനാണ് ഭഗവാൻ. ഒരു ദോഷവും അദ്ദേഹത്തെ സ്പർശിക്കില്ല. ലൗകികമായ കണ്ണുകളെ കൊണ്ട് ഭഗവാനെ കാണാൻ പാടുള്ളതല്ല.
ഭഗവാൻ ശ്രീകൃഷ്ണന്റെ രാസക്രീഡ നമ്മൾ ലൗകികമായ കണ്ണുകൊണ്ട് കാണാനുള്ളതല്ല അത്. അതുപോലെയാണ് ഇവിടെ മഹാദേവൻ പാർവതീദേവിയെ മടിയിലിരുത്തിയിരിക്കുന്നതായിട്ടുള്ള ആ സംഗതി. ഇവിടെ ചിത്രകേതു വിമാനത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കൈലാസത്തിന്റെ മുകളിലൂടെ പോയപ്പോ താഴെ വലിയൊരു സഭ നടക്കുന്നു. ഋഷീശ്വരന്മാര് സനകാദികളൊക്കെ നിറഞ്ഞിരിപ്പുണ്ട്. അവരുടെ മുമ്പില് ഏറ്റവും ഉത്തമമായിട്ടുള്ള ആസനത്തില് മഹാദേവൻ നഗ്നനായിരിക്കുന്നു എന്നാണ്. ആ നഗ്നനായിരിക്കുന്ന മഹാദേവന്റെ മടിയിൽ ദേവിയുമുണ്ട്. ആ ഇങ്ങനെ നഗ്നനായിരിക്കുന്ന ഭഗവാന്റെ മടിയിലെ ദേവിയെ കണ്ട് ചിത്രകേതുവിന്റെ ഉള്ളില് പരിഹാസവും പുച്ഛവും ഉണ്ടായി. അത് അദ്ദേഹം പ്രകടിപ്പിച്ചു. അത് ഭഗവാന്റെ ഇച്ഛ എന്നാണ് ഇവിടെ മേൽപ്പത്തൂർ പറയുന്നത്. ഭഗവാൻ അങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്തു. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആളല്ല, എന്തോ അങ്ങനെ സംഭവിച്ചു പോയി. അപ്പൊ അത് ഭഗവാന്റെ ഭവൽ പ്രണുന്ന അങ്ങയാൽ പ്രേരിതനായിട്ട് ആ മഹാദേവനെ പരിഹസിച്ചു. അംഗജാര്യം തം ശങ്കരം പരിഹസന്ന്, ആ ശങ്കരനെ പരിഹസിച്ചിട്ട്. അപ്പൊ മഹാദേവനെ ഇദ്ദേഹം പരിഹസിച്ചത് എന്ത് പറഞ്ഞുകൊണ്ടാണ്? ഇദ്ദേഹം എന്താ ഈ കാണിക്കുന്നത്? ധർമ്മത്തെ ഉപദേശിക്കുന്ന ആള് പ്രവർത്തിക്കുന്നത് അധർമ്മം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു സഭയിൽ ഇങ്ങനെ നഗ്നനായിട്ട് ഭാര്യയും മടിയിൽ വെച്ചിരിക്കാവോ? ഇവിടെ ആ വാക്കുകളോ വേണങ്ങളൊന്ന് വായിക്കാം. ഭാഗവതത്തില് ശ്രീമദ് ഭാഗവതം 17-ാം അധ്യായം, ഷഷ്ഠസ്കന്ധത്തിലെ 17-ാം അധ്യായത്തിലാണ് ആ ഭാഗം പറയുന്നത്. ഇദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കുന്ന കൂട്ടത്തില് ഏകദാ സവിമാനേന വിഷ്ണുദത്തേന ഭാസ്വത ഗിരിശം ദദൃശേ ഗച്ഛൻ പരീതം സിദ്ധചാരണൈഃ ആലിംഗ്യാംഗീകൃതാം ദേവീം ബാഹുനാ മുനി സംസതി ഉവാച ദേവ്യാ ശൃണ്വത്യ ജഹാസോച്ചൈസ്തദന്തികേ. മുനി സംസതി ദേവീം ആലിംഗ്യ ബാഹുന ആലിംഗ്യ അംഗീകൃത. മുനികളുടെ സദസ്സിൽ ദേവിയെ മടിയിൽ വെച്ച്, അവിടെ നഗ്നഭാവം പറഞ്ഞിട്ടില്ല, നഗ്നൻ എന്ന് പറഞ്ഞിട്ടില്ല, ദേവിയെ മടിയിൽ വെച്ചിരിക്കുന്നു. ആലിംഗനം ചെയ്തുകൊണ്ട് അംഗീകൃത എന്ന് പറഞ്ഞാൽ അംഗത്തിൽ മടിയിൽ വെച്ചിരിക്കുന്നവളായിട്ട് ആലിംഗനം ചെയ്തിരിക്കുന്നു. അപ്പോഴാണ് ഉച്ചൈഹി ജഹാസ ദേവ്യാഹ ശൃണ്വത്യാ ഉവാച തദന്തികെ. ദേവി കേൾക്കെ തന്നെ ചിത്രകേതു പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. പാർവതീദേവി കേൾക്കെ പാർവതിയുടെ ഭർത്താവായ മഹാദേവനെ കുറിച്ച് ചിത്രകേതു ഇപ്രകാരം പറഞ്ഞു. 17-ൽ 6-ാമത്തെ ശ്ലോകം ഇതാ. ചിത്രകേതുരുവാച ഏഷ ലോകഗുരു സാക്ഷാത് ധർമ്മം വക്താ ശരീരിണാം ആസ്തേ മുഖ്യസഭായാം വൈ മിഥുനീഭൂയ ഭാര്യയാം ജഡാധരസ്തീവ്രതപ ബ്രഹ്മവാദി സഭാപതി അംഗീകൃത്യ സ്ത്രിയം ചാസ്തേ ഗദഹ്രീഹി പ്രാകൃതോ യദാ പ്രായസ പ്രാകൃതാശ്ചാപി സ്ത്രിയം രഹസി ബിഭ്രതി അയം മഹാവ്രതദലോ ബിഭർത്തി സദസി സ്ത്രിയം. പറയണു, ഏഷ ചിത്രകേതുവിന്റെ വാക്കുകളാണ്. ലോകഗുരുഹു സാക്ഷാത്, ഇയാള് ലോകത്തിന്റെ ഗുരുവല്ലേ. ധർമ്മം വക്ത ശരീരിണം, ജീവന്മാർക്ക് ധർമ്മോപദേശം ചെയ്യുന്ന ആളാണ്. എന്നിട്ടോ ആസ്തേ മുഖ്യ സഭായാം വൈ മിഥുനീഭൂയ ഭാര്യയ, ഈ സഭയിൽ ഭാര്യയോട് മിഥുനീഭാവത്തിൽ അഥവാ ആലിംഗനബദ്ധനായി സഭയിലിരിക്കുന്നു. ജഡാധര തീവ്രതപ, ജഡധരിച്ചിട്ടുണ്ട്, വലിയ തപസ്വിയാണ്. ബ്രഹ്മവാദി, വേദങ്ങൾ പറയുന്ന സഭാപതിയാണ്. ബ്രഹ്മവാദികളുടെ വേദജ്ഞന്മാരുടെ സഭാപതിയാണ് ഇദ്ദേഹം. എല്ലാവരിലും മുമ്പനാണ്, ആദി ഗുരുവാണ്. എന്നിട്ടും അംഗീകൃത്യ സ്ത്രീയം ചാസ്തി, സ്ത്രീയെ മടിയിൽ വച്ചിരിക്കുന്നു. എവിടെ? ഗദഹ്രീ, ലജ്ജയില്ലാതെ. പ്രാകൃതോ യഥ, ഒരു പ്രാകൃത പുരുഷനെ പോലെ. ഒരു പ്രാകൃതന്മാർ പോലും അവിടെ പറയണോ, പ്രായസഹ പ്രാകൃതാശ്ചാപി, സാധാരണയായിട്ട് പ്രാകൃതന്മാർ പോലും സ്ത്രീയം രഹസ്യ ബിഭ്രതി, സ്ത്രീകളെ സ്വകാര്യതയിലാണ് മടിയിലൊക്കെ വയ്ക്കുക.
അയം മഹാവ്രതധര ബിഭർത്തി സദസി സ്ത്രീയം. ഇയാൾ ഇത്രയും വലിയ വ്രതധാരിയായിട്ട് തപസ്വിയായിട്ട് സ്ത്രീയെ സദസ്സിൽ വെച്ച് മടിയിൽ വെച്ചിരിക്കുന്നു. ഇയാൾ എന്ത് ധർമ്മോ പറയുന്നത് എന്ന മട്ടില് പരിഹസിച്ചു. എന്നാൽ ഭഗവാൻ ഇത് കേട്ടിട്ട് വല്ലതും മറുപടി പറഞ്ഞോ? ഇല്ല എന്നാ ശുഖബ്രഹ്മർഷി പറയണത്. ശ്രീശുഖ ഉവാച ഭഗവാനപി തശ്രുത്വ പ്രഹസ്യ. ഭഗവാൻ അത് കേട്ട് ചിരിച്ചു. അഗാധധീഹി, അഗാധധിയാണ് ഭഗവാൻ. ഭഗവാന് ചിത്രകേതുവിന്റെ മഹിമയെ അറിയാം, ഭഗവാന്റെ മഹിമയെ അറിയാം. അതുകൊണ്ട് തൂഷ്ണീം ബഭൂവ സദസി സഭ്യാശ്ച തദനുവ്രതാഹ. ഭഗവാനെ അനുവ്രതരായിട്ടുള്ള മറ്റുള്ളവരും സദസ്സിലുള്ളവരൊക്കെ മിണ്ടാതിരുന്നു. എന്നാൽ ഇത്യതദ്വീര്യ വിദുഷി ബ്രുവാണേ ബഹു അശോഭനം ഋഷാഹ ദേവി ദൃഷ്ടായ നിർജിത ആത്മാഭിമാനിനെ. ഇവന്റെ ചിത്രകേതുവിന്റെ മഹിമയറിയാത്ത ദേവിയാകട്ടെ സദസ്സിൽ ബഹു അശോഭനമായിട്ട് പറഞ്ഞ അവന്റെ നേർക്ക് രോഷത്തോടുകൂടി ഇപ്രകാരം പറഞ്ഞു. ആത്മാഭിമാനം ജയിക്കാത്തവൻ അതെ വളരെ അഭിമാനത്തോടു കൂടിയവനായിട്ടുള്ള ആ ചിത്രകേതുവിനെ നോക്കി ഇപ്രകാരം പറഞ്ഞു എന്നാണ്. പാർവത്യുവാച എന്ന് പറയുന്നുണ്ട്. പാർവതി പറയുന്നു, അയം കിമധുനാ ലോകേ ശാസ്താ ദണ്ഡധര പ്രഭു അസ്മദ്വിധാനാം ദുഷ്ടാനാം നിർലജ്ജാനാം ച വിപ്രകൃത ന വേദധർമ്മം കില പത്മയോനിഃ ന ബ്രഹ്മപുത്ര ഭൃഗുനാരദാദ്യാഃ ന വൈ കുമാര കപിലോ മനുശ്ച യേനോ നിഷേദന്ത്യധിവർത്തിനം ഹരം യേഷാമനുദ്യേയ പദാബ്ജയുഗ്മം ജഗദ്ഗുരും മംഗളമംഗളം സ്വയം യക്ഷത്രബന്ധുഃ പരിഭൂയ സൂരീൻ പ്രശാസ്തി ദൃഷ്ടസ്തദയം ഹി ദണ്ഡ്യഃ നായമർഹതി വൈകുണ്ഠപാദമൂലോപസർപ്പണം സംഭാവിതമതിസ്തബ്ധഃ സാധുഭിഃ പര്യുപാസിതം അധഃ പാപീയസീം യോനീമാസുരീം യാഹി ദുർമദേ യദേഹ ഭൂയോ മഹദാം ന കർത്താ പുത്ര കിൽബിഷം. പാർവതീദേവി പറയണ, ഓ വലിയൊരു ശാസ്താവ് വന്നിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഈ ബ്രഹ്മദേവനും സനകാദികൾക്കുമൊന്നും നാരദാദികൾക്കൊന്നും ധർമ്മം അറിയില്ല തോന്നുന്നു. ഇനിയിപ്പോ ഇവ വേണം ധർമ്മോപദേശം ചെയ്യാൻ. സനൽകുമാരനും കപിലനും ഒന്നും അറിയാത്ത ധർമ്മം ഇവൻ അറിയൂത്രേ. ജഗദ്ഗുരുവായ ഭഗവാനോട്, മംഗളമൂർത്തിയായ ഭഗവാനോട് ഈ ക്ഷത്രിയാധമൻ നിന്ദിച്ചു പറയുന്നു. പ്രശാസ്തി ക്ഷത്രബന്ധു ദൃഷ്ട അഹങ്കാരി എന്നൊക്കെ പറഞ്ഞ് ഇവൻ ദണ്ഡ്യനാണ്. അതുകൊണ്ട് ഇവൻ ശിക്ഷിക്കപ്പെടണം. ഇവൻ ഭഗവാന്റെ പാദത്തെ അർഹിക്കുന്നില്ല. അഹങ്കാരി സംഭാവിത മതി എന്ന് പറഞ്ഞാല് സ്വയം വലുതാണെന്ന് കരുതിയിരിക്കുന്നവൻ. സ്തബ്ധ സാധുഭി പര്യുപാസിതം. അതുകൊണ്ട് അതഹ പാപീയസീം യോനിം ആസുരീം യാഹി ദുർമദേ. ദുർമതിയായിട്ടുള്ള നീ ആസുര യോനിയെ പ്രാപിച്ചാലും പാപയോനിയെ പ്രാപിച്ചാലും യദേഹ ഭൂയോ മഹതാം ന കർത്താ പുത്ര കിൽബിഷം. ഇതുപോലെ മേലിൽ നീ മഹാത്മാക്കളുടെ നേരെ കിൽബിഷം ചെയ്തു പോകരുത്. പുത്ര എന്നും കൂടി വിളിച്ചു. മോനെ, മേലിൽ നീ ഇതുപോലെയുള്ള അതിക്രമം ചെയ്തു പോകരുത് മഹാത്മാക്കളുടെ നേരെ എന്നും കൂടി പറഞ്ഞിട്ടാണ് നീ ആസുരി യോനിയെ പ്രാപിക്കുക എന്ന് പറഞ്ഞ് ശപിച്ചത്. ഇങ്ങനെ പാർവതീദേവി ശപിച്ചപ്പോഴോ ആ ചിത്രകേതു ചിരിച്ചു സ്വീകരിച്ചു എന്നാണ്, പ്രസാദമായി. ഏവം ശപ്തഃ ചിത്രകേതു വിമാനാത് അവരുഹ്യ സഹ പ്രസാദയാമാസ സതീം മൂർധ്നാ നമ്രേണ ഭാരത. പാർവതീദേവി ശപിച്ചിട്ടും ഇദ്ദേഹം ആ വിമാനത്തിൽ നിന്ന് വേഗം ഇറങ്ങി അമ്മയെ സതീദേവിയെ പ്രസാദയാമാസ മൂർധ്ന നമ്രേണ നമ്രേണ മൂർധ്ന ശിരസ് നമസ്കരിച്ചുകൊണ്ട് അമ്മയെ വണങ്ങി അമ്മയുടെ ശാപത്തെ ശിരസാ സ്വീകരിച്ചു. പ്രതിശാപമൊന്നും ചെയ്തില്ല, തിരിച്ചൊന്നും പറഞ്ഞില്ല. എന്നിട്ട് ചിത്രകേതു പറയണ പ്രതിഗൃഹാമി തേ ശാപം
ആത്മനോ അഞ്ജലിനാംബികേ. അംബികേ ആത്മനഃ ശാപം അഞ്ജലിന പ്രതിഗൃഹാമി. കൈകൂപ്പി ഞാൻ ഏറ്റുവാങ്ങുകയാണ് അമ്മയുടെ ശാപം. ഇതാ സ്വീകരിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. ദേവൈർമർത്യായ യത് പ്രോക്തം പൂർവദിഷ്ടം ഹിതസ്യ തത് സംസാര ചക്രയേതസ്മിൻ ജന്തുരജ്ഞാനമോഹിതഃ ബ്രാഹ്മ്യൻ സുഖം ച ദുഃഖം ച ഭുങ്ക്തേ സർവത്ര സർവദാ നൈവാത്മാന പരശ്ചാപി കർത്താ സ്യാത് സുഖദുഃഖയോഃ കർത്താരം മന്യതേ അപ്രാജ്ഞ ആത്മാനം പരമേവ ച. ഇങ്ങനെ തത്വം പറയണം. അപ്പൊ ഭഗവാന്റെ മഹിമ അറിയാതെ താൻ ഭഗവാനെ പരിഹസിച്ചു എന്നുള്ള സത്യം അദ്ദേഹം സമ്മതിച്ചുകൊണ്ട് ആ ശാപത്തെ ഏറ്റുവാങ്ങുകയാണ്. ഞാൻ ശാപമോക്ഷം ചോദിക്കുന്നില്ല എന്ന് അവസാനം പറയുന്നു. അത പ്രസാദയേ നത്വം. ഞാൻ അമ്മയോട് ത്വാം ന പ്രസാദയെ, ഞാനിപ്പോ ഈ പ്രസാദിപ്പിക്കുന്നത് അമ്മയെ ഈ സോപ്പിടുന്നത് ശാപമോക്ഷായന, ശാപമോക്ഷത്തിനല്ല. ഞാൻ തെറ്റായി പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ ദേവി എന്നും പറഞ്ഞു. എൻ മന്യതേ അസാധൂക്തം മമ തൽ ക്ഷമ്യതാം സതി എന്ന് ഇദ്ദേഹം പറഞ്ഞ് ദേവിയെയും ഭഗവാനെയും നമസ്കരിച്ച് സ്വന്തം വിമാനത്തിൽ മറ്റുള്ളവരൊക്കെ ആശ്ചര്യത്തോടുകൂടി നോക്കി നിൽക്കുകയാണ്. രുദ്രനും ആശ്ചര്യത്തോടുകൂടി പാർവതിയോട് പറഞ്ഞു, നോക്കൂ, കണ്ടില്ലേ നീ മഹാത്മാക്കളുടെ ഭഗവത് ഭക്തന്മാരുടെ സ്വഭാവം കണ്ടില്ലേ? അങ്ങോട്ട് ശപിച്ചിട്ടും ഇങ്ങോട്ട് ശപിച്ചുവോ? കൊടുത്തതിനെ പ്രസാദമായിട്ട് ഏറ്റുവാങ്ങി പോയില്ലേ? അതാണ് ഭൃത്യഭൃത്യാനാം നിസ്പൃഹാണ മഹാത്മനാം മഹാത്മ്യം. ഹരിയുടെ ഭക്തന്മാരുടെ മഹാത്മ്യമാണിത് എന്ന് പറഞ്ഞുകൊടുത്ത് അപ്പോ ഉമാദേവിക്ക് പോലും പശ്ചാത്താപം തോന്നി, ഇങ്ങനെയുള്ള ഒരു മഹാനെ താൻ ശപിക്കേണ്ടിയിരുന്നില്ല എന്ന്. അങ്ങനെ ഒരു അല്പനേരത്തേക്കൊരു അഹങ്കാരം തോന്നിയതുകൊണ്ട്, ഭഗവാനെ പരിഹസിച്ചതുകൊണ്ട് പാർവതീദേവിയാൽ ശപിക്കപ്പെട്ടിട്ടുള്ള ചിത്രകേതുവാണ് പിന്നീട് വൃത്രാസുരനായി ജനിച്ചത്. അപ്പൊ വൃത്രാസുരനായി ജനിച്ചപ്പോഴും അദ്ദേഹത്തിന് ആ ഭക്തി, ഭഗവാനോടുള്ളതായിട്ടുള്ള ഭക്തി ഉള്ളിൽ നിന്ന് പോയതേ ഇല്ല, മറന്നതേ ഇല്ല. ഭഗവാനെ സ്തുതിച്ചു. ഇവിടെ ഇന്ദ്രനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ത്വഷ്ടാവ് വൃത്രാസുരനെ ജനിപ്പിച്ചതെങ്കിലും അദ്ദേഹത്തിന് മന്ത്രം പഴച്ചു. ഈ ത്വഷ്ടാവ് ആഭിചാര ഹോമം ചെയ്തപ്പോ മന്ത്രം പഴച്ചിട്ടാണ് ഇന്ദ്രശത്രു വർദ്ധിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് ചൊല്ലിയ മന്ത്രം ഇന്ദ്രനാൽ കൊല്ലപ്പെടുന്ന ശത്രു വർദ്ധിച്ചു വരട്ടെ, ഉണ്ടായി വരട്ടെ എന്നായി. അങ്ങനെ തെറ്റായിട്ട് മന്ത്രം ഉച്ചരിച്ചത് കൊണ്ട് ഇന്ദ്രനെ വധിക്കാനുള്ളതിന് പകരം ഇന്ദ്രനാൽ വധിക്കപ്പെടുന്നവനായി ഭവിച്ചു എന്ന് ഭാഗവതം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ ചിത്രകേതു തന്നെയാണ് ഇവിടെ വൃത്രാസുരനായി അവതരിച്ചത്. അത്യന്ത സംഗവിലയായ ഭവൽ പ്രണുന്നോ നൂനം സറുപ്യ ഗിരിമാപ്യ മഹൽ സമാജേ നിശങ്കമംഗകൃതവല്ലഭം അംഗജാരിം തം ശങ്കരം പരിഹസൻ ഉമയാഭിഷേപേ. ഉമയാൽ ശപിക്കപ്പെട്ടു. തുടർന്ന് വൃത്രാസുരനായ കഥ പറയണ 10ാമത്തെ ശ്ലോകത്തിൽ. ഒറ്റ ശ്ലോകത്തില് വൃത്രാസുര ചരിത്രം അവസാനിപ്പിക്കണം മേൽപ്പത്തൂര്. നിസ്സംഭ്രമസ്ത്വയമയാചിത ശാപമോക്ഷോ വൃത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധി ഭക്ത്യാത്മതത്വകഥനൈ സമരേ വിചിത്രം ശത്രോരഭിഭ്രമമപാസ്യ ഗതഃ പദം തേ. നിസ്സംഭ്രമസ്ത്വയമയാചിത ശാപമോക്ഷോ വൃത്രാസുരത്വമുപഗമ്യ സുരേന്ദ്രയോധി ഭക്ത്യാത്മതത്വകഥനൈ സമരേ വിചിത്രം ശത്രോരഭിഭ്രമമപാസ്യ ഗതഃ പദം തേ. നിസ്സംഭ്രമഃ തു അയം. പാർവതീദേവി ശപിച്ചപ്പോൾ സംഭ്രമമില്ലാത്ത അവൻ, നിസ്സംഭ്രമനായ അവൻ, അയാചിത ശാപമോക്ഷ, ശാപമോക്ഷം യാചിച്ചതേയില്ല. പാർവതിയോട് തനിക്ക് ശാപമോക്ഷം വേണമെന്ന് അവൻ ആവശ്യപ്പെട്ടില്ല.
ഞാനത് സ്വീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ അയാചിത ശാപമോക്ഷനും സംഭ്രമമില്ലാത്തവനുമായിട്ടുള്ള ചിത്രകേതു വൃത്രാസുരത്വം ഉപഗമ്യ ആ ത്വഷ്ടാവിന്റെ ആഭിചാര ഹോമത്തിൽ യാഗകുണ്ഡത്തിൽ നിന്ന് വൃത്രാസുരനായി ആവിർഭവിച്ചു, അയോനിജനായി ജനിച്ചു. വൃത്രാസുരത്വം ഉപഗമ്യ അമ്മയുടെ ഗർഭത്തിലൊന്നും കിടക്കേണ്ടി വന്നില്ല, കഷ്ടപ്പാടൊന്നും ഉണ്ടായില്ല. വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് ആസുര വേഷം അഴിച്ചു വെക്കാൻ സാധിച്ചു. അല്ലാതെ കുറേ കാലം ഗർഭത്തിൽ കിടന്നും പിന്നെ ബാല്യവും കൗമാരവും യൗവനവും ഒന്നും അനുഭവിക്കേണ്ടി വന്നില്ല. ജനിച്ച ഉടനെ ഇന്ദ്രനുമായിട്ടുള്ള യുദ്ധമാണ്. അധികം താമസിയാതെ ദേഹത്യാഗവും സാധിച്ചു. അപ്പോൾ പ്രാരബ്ധം അധികമില്ല, കുറച്ചേ ഉള്ളൂ. ഒന്ന് വേഷം കെട്ടേണ്ടി വന്നു, അർജുനൻ ബൃഹന്നളയായതുപോലെ കുറച്ചു കാലത്തേക്ക് നപുംസകമായി വേഷം കെട്ടിയതുപോലെ. ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ വൃത്രാസുരന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും മറ്റേ ചിത്രകേതുവിന്റെ ഉള്ളില് എന്തെങ്കിലും അല്പം അഭിമാനം ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടി പോകാൻ വേണ്ടി, നിസ്സംഗനായി തീരാൻ വേണ്ടി, ഭക്തോത്തമനായി തീരാൻ വേണ്ടിയിട്ടുള്ള ഒരു ജന്മം മാത്രമാണ് വൃത്രാസുരത്വം. അപ്പൊ വൃത്രാസുരൻ ഒരു ദുഷ്ടനായിട്ടുള്ള അസുരനൊന്നുമല്ല. ആരെയും കാര്യമായിട്ട് അദ്ദേഹം ഉപദ്രവിച്ചിട്ടൊന്നുമില്ല മുമ്പ്. ഇപ്പൊ ഈ ഇന്ദ്രനുമായിട്ടുള്ള യുദ്ധത്തിൽ കുറച്ചു പേരെ ദേവന്മാരെ അദ്ദേഹം ഹിംസിച്ചു, അല്ലാതെ അദ്ദേഹം സ്ഥിരമായിട്ട് ആളുകളെ ഉപദ്രവിച്ചുകൊണ്ട് നടക്കുന്ന ആളൊന്നുമല്ല. അപ്പൊ അങ്ങനെയുള്ള വൃത്രാസുരത്വം ഉപഗമ്യ പ്രാപിച്ചിട്ട് സുരേന്ദ്രയോധി, സുരേന്ദ്രനോട് ദേവേന്ദ്രനോട് യുദ്ധം ചെയ്യുന്നവനായി, ദേവേന്ദ്രനുമായി യുദ്ധം ചെയ്ത് ഭക്ത്യാ ആത്മതത്വ കഥനൈഹി സമരേ വിചിത്രം ശത്രോരപി ഭ്രമം അപാസ്യ ഗതഃ പദം തേ. ഭക്ത്യാ ആത്മതത്വ കഥനൈഹി, ഭക്തിയോടുകൂടെ ആത്മതത്വം കഥനം ചെയ്ത് ഇന്ദ്രന് നല്ല ഉപദേശങ്ങൾ കൊടുത്ത് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് സമരേ ആ യുദ്ധത്തിൽ ശത്രോഹോ അഭി ഭ്രമം അപാസ്യ, ശത്രുവിന്റെ പോലും ഭ്രമത്തെ നീക്കിക്കൊടുത്ത്, ആ ശത്രുവിന്റെ അജ്ഞാനത്തെ പോലും നീക്കിക്കൊടുത്ത്, ഹേ ഇന്ദ്ര, ഇപ്പൊ നീ ജയിക്കേണ്ടവനാണ്. കാരണം എന്താ? ഈശ്വരൻ നീ ജയിക്കണമെന്ന് സങ്കല്പിച്ചിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം നിനക്ക് വജ്രായുധം ഉണ്ടാക്കാൻ ഉപദേശിച്ചത്. ദദീജി മഹർഷി നിനക്ക് വജ്രായുധം ഉണ്ടാക്കാൻ അസ്ഥി തന്നത് നീ ജയിക്കേണ്ടവനായതുകൊണ്ടാ. ഇപ്പൊ നിനക്കാണ് ഈശ്വര അനുഗ്രഹം. അതുകൊണ്ട് ആ വജ്രായുധത്തെ, ഈശ്വരാനുഗ്രഹം കൊണ്ട് കിട്ടിയ വജ്രായുധത്തെ നീ പാഴാക്കി കളയരുത്. അതുകൊണ്ട് എന്നെ പ്രഹരിച്ച് എന്നെ കൊന്നുകളയൂ. ഇപ്പൊ നീ ജയിക്കേണ്ടവനാണ്, ഞാൻ ആ ആയുധത്താൽ കൊല്ലപ്പെടേണ്ടവനാണ്. എന്താ അദ്ദേഹത്തിന്റെ പറച്ചിൽ നോക്കൂ. ആ വജ്രായുധത്താൽ കൊല്ലപ്പെടേണ്ടവനാണ് ഞാൻ, അതുകൊണ്ട് എന്നെ അതുകൊണ്ട് കൊന്നുകളയൂ, എന്നിട്ട് ജയിക്കൂ, സന്തോഷിക്കൂ, എന്നെ യാത്രയാക്കൂ. എന്താ വല്ല ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ കഴിച്ചിട്ട് ഞാൻ പൊക്കോട്ടെ, എനിക്ക് തരാനുള്ളത് തരൂ, ഞാൻ പോട്ടെ എന്ന് പറയുന്ന പോലെയാണ് വൃത്രാസുരൻ തന്നെ കൊല്ലാൻ പറയുന്നത്. നോക്കൂ, നമ്മളൊക്കെ എവിടെയെങ്കിലും പോയാല് എന്നാ വല്ല വെള്ളവും കിട്ടിയാൽ പോവായിരുന്നു, ഒരു ചായ തരണമെങ്കിൽ കുടിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ ഭക്ഷണം കിട്ടുകയാണെങ്കിൽ കഴിച്ചിട്ട് പോവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങോട്ട് തരാനുണ്ടെങ്കിൽ സമ്മാനങ്ങൾ വല്ലതും കിട്ടാനുണ്ടെങ്കിലോ കടം മേടിച്ചത് തിരിച്ചു മേടിച്ചിട്ടോ വന്ന കാര്യം കഴിഞ്ഞാൽ പോകാമെന്ന് പറയുന്നത് പോലെ കൂളായിട്ട് നിന്ന് പറയണ്, എന്നെ കൊന്നുകളയൂ, ഞാൻ പോകട്ടെ എന്ന്. ഇതുപോലെ ആർക്കെങ്കിലും പറയാൻ കഴിയൂ? ആരെങ്കിലും ഇതുപോലെ എവിടെയെങ്കിലും പറഞ്ഞ ചരിത്രമുണ്ടോ? അപ്പൊ നോക്കൂ, എത്ര നന്നായിട്ട് അദ്ദേഹം ഈശ്വര നിശ്ചയത്തെ കാണുന്നു. എല്ലാം ഈശ്വര നിശ്ചയമാണ്, അത് നടക്കട്ടെ, എനിക്കതിൽ യാതൊരു മറുപ്പുമില്ല, എതിർപ്പുമില്ല, ഞാൻ അതിനൊരു പ്രതിക്രിയയും ചെയ്യാൻ തയ്യാറില്ല. ഭഗവാനാണ് നിനക്ക് വജ്രായുധം തന്ന് അനുഗ്രഹിച്ചത്, ആ വജ്രായുധം കൊണ്ട് എന്നെ കൊന്നുകളയൂ, ഞാൻ പോട്ടെ, എന്റെ പണി കഴിഞ്ഞു
എൻ്റെ വേഷം ഞാൻ അഴിച്ചു വെക്കട്ടെ എന്ന് പറയുന്ന രീതിയിൽ ഒരു നാടകത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത്, ഒരു നടനെ പോലെ. ഇത്ര നിസ്സംഗത ആർക്കുണ്ടാവും? ഇദ്ദേഹം അസുരനോ? ആരാ ഇദ്ദേഹം? ദേവനോ? അത്ഭുതം അത്ഭുതം എന്നല്ലാതെ എന്ത് പറയാൻ? അപ്പൊ വൃത്രാസുരനെ കുറിച്ച് നമുക്ക് ഒരിക്കലും മോശമായ ഒന്നും പറഞ്ഞുകൂടാ. വൃത്രാസുരന്റെ ശരീരത്തെ വർണ്ണിക്കുമ്പോൾ വലിയ ഹിമാലയ പർവ്വതം പോലെ ഉള്ള ശരീരം എന്ന് പറയാം. ഇന്ദ്രന്റെ വജ്രായുധമേറ്റ് വൃത്രാസുരൻ പതിച്ച പോലെ എന്ന് പലയിടത്തും ഉപമിക്കാറുണ്ട്. പൂതന മരിച്ചു വീണപ്പോ പറയുന്നുണ്ട്, തൃണാവർത്തൻ വീണപ്പോ പറയുന്നുണ്ട്. അതുപോലെ രാമരാവണ യുദ്ധത്തിലും പലപ്പോഴും പറയുന്നത് തോന്നുന്നുണ്ട്. വൃത്രൻ ഇന്ദ്രന്റെ വജ്രായുധമേറ്റ് വീണതുപോലെ. അത്രേ പറയാവൂ, വേറൊന്നും പറയാൻ, ദോഷം പറയാനില്ല ആളെ. അത്ര മഹാനാണ് വൃത്രാസുരൻ. അസുരൻ എന്ന പേര് തന്നെയുള്ളൂ, അസുരത്വമൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള അദ്ദേഹം ഭക്തിയ ആത്മതത്വകഥനൈ സമരേ ശത്രോഹോ അഭി ഭ്രമം അപാസ്യ, സമരത്തിൽ യുദ്ധത്തിൽ ശത്രുവിന് പോലും ഭ്രമത്തെ ജനിപ്പിച്ചിട്ട്, ഈ ഇന്ദ്രന് പോലും കൊല്ലാൻ മടി, എന്നെ കൊല്ലേ 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 പറയുമ്പോ കൊല്ലാൻ മടി. ഇതുപോലൊരു മഹാത്മാവിനെ എങ്ങനെ കൊല്ലും? ഇന്ദ്രൻ മടിച്ചു നിൽക്കുമ്പോ ഇന്ദ്രനെ കൊണ്ട് കൊല്ലിക്കാൻ വേണ്ടി ഇന്ദ്രനെ ഉപദ്രവിക്കും, ഇന്ദ്രനെ ചെന്ന് ആക്രമിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോഴാണ് പിന്നെ ഇന്ദ്രൻ നിവൃത്തികേട് കൊണ്ട് തന്റെ പ്രാണഭയം കൊണ്ട് വജ്രായുധം പ്രഹരിച്ച് വൃത്രാസുരനെ കൊന്നുകളയുന്നത്. ഒരു അത്ഭുതമായിട്ടുള്ളൊരു യുദ്ധമാണ്. ഇന്ദ്രനും വൃത്രാസുരനും തമ്മിലുള്ള ഒരു യുദ്ധം ഒരു അത്ഭുതകരമായിട്ടുള്ള യുദ്ധമാണ്. ഇതുപോലൊരു യുദ്ധം എവിടെയും കാണില്ല. അതാണ് ഇവിടെ ശത്രോഹോ അപ്പി ഭ്രമം അപാസ്യ, ശത്രുവിന്റെ പോലും ഭ്രമത്തെ നീക്കിക്കളഞ്ഞ് അത്ഭുതകരമായിട്ടുള്ള ലീലയെ ചെയ്ത് തേ പദം ഗത വിചിത്രം, അത്ഭുതം, വിചിത്രം, ആശ്ചര്യം. ഗുരുവായൂരപ്പ, അങ്ങനെ അദ്ദേഹം അങ്ങയുടെ പദവിയെ പ്രാപിച്ചു. തേ പദം ഗത, ഗുരുവായൂരപ്പന്റെ പദവിയെ പ്രാപിച്ചു, മോക്ഷം പ്രാപിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള വൃത്രാസുരന്റെ ചരിതം ഇവിടെ മേൽപ്പത്തൂര് ഉപസംഹരിച്ചു. ഇനി അടുത്ത ശ്ലോകം, 11ാമത്തെ ശ്ലോകം, ഷഷ്ഠസ്കന്ധത്തിലെ 19ാം അധ്യായത്തിൽ ഒരധ്യായത്തിൽ മരുതുൽപ്പത്തി കഥനം എന്നൊരധ്യായം, മരുത്തുക്കളുടെ ഉൽപ്പത്തി, അതിനെ ചുരുക്കി പറഞ്ഞ് ആ ഷഷ്ഠസ്കന്ധത്തെ ഉപസംഹരിക്കുകയാണ്. അടുത്ത ദശകമിനി സപ്തമസ്കന്ധ വിഷയമാണ്. എന്താണ്? പ്രഹ്ലാദ ചരിതം, അത് കഴിഞ്ഞ് നരസിംഹാവതാരം. രണ്ട് ദശകം കൊണ്ട് സപ്തമസ്കന്ധത്തെ ചുരുക്കുകയാണ് മേൽപ്പത്തൂര്. ഗംഭീരമായിട്ടുള്ള പ്രഹ്ലാദ ചരിതവും നരസിംഹാവതാരവും നാളെ തൊട്ട് തുടങ്ങാനിരിക്കുന്നത്. അപ്പൊ ഷഷ്ഠസ്കന്ധത്തിലെ അവസാന അധ്യായം മരുതുൽപ്പത്തി, അത് കാണാം നമുക്ക്. ചുരുക്കിയ പറയുന്ന മേൽപ്പത്തൂര് 11ാമത്തെ ശ്ലോകം. ത്വൽസേവനേനദിതിരിന്ദ്രവദോദ്യതാപി താൻ പ്രത്യുതേന്ദ്ര സുഹൃദോ മരുതോ ബിലേബേ ദുഷ്ടാശയേബി സുബദൈവ ഭവന്നിഷേവ തത്താദൃശസ്ത്വമവമാം പവനാലയേശ. ത്വൽസേവനേന ദിതിരിന്ദ്രവദോദ്യതാപി താൻ പ്രത്യുതേന്ദ്ര സുഹൃദോ മരുതോ ബിലേബേ ദുഷ്ടാശയേബി ശുഭദൈവ ഭവന്നിഷേവ തത്താദൃശസ്ത്വമവമാം പവനാലയേശ. തത്താദൃശസ്ത്വമവമാം പവനാലയേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.
ദക്ഷന്റെ വംശം പറയുകയാണല്ലോ ഷഷ്ഠസ്കന്ധം. അപ്പൊ അതില് ഓരോ ദക്ഷപുത്രിമാരുടെയും മക്കളുടെ കഥ പറഞ്ഞിട്ട് ആ ദക്ഷപുത്രിമാരിൽ ദിതിക്ക് ആദ്യമുണ്ടായ സന്തതികൾ മരുത്തുക്കളാണ്. ആ കഥയാണ് ഇവിടെ 19ാമത്തെ അധ്യായം ഷഷ്ഠസ്കന്ധത്തിൽ അവസാനം. അപ്പൊ ദിതി തനിക്ക് സന്തതികൾ ഉണ്ടാവാൻ വേണ്ടി തന്റെ ഭർത്താവായ കശ്യപ പ്രജാപതിയോട് അപേക്ഷിച്ചു. എനിക്ക് പുത്രോത്പാദനം ചെയ്തു തരണം, എനിക്ക് സന്തതികൾ ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഭർത്താവായ കശ്യപ പ്രജാപതിയെ പ്രാർത്ഥിച്ചപ്പോ കശ്യപ പ്രജാപതി ദിതിക്ക് ഒരു ഉപദേശം കൊടുത്തു. ഭഗവാനെ ഭജിച്ചോളൂ എന്ന് പറഞ്ഞ് പുംസവനം എന്ന് പറയുന്ന ഒരു വ്രതം, 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു വ്രതം ഉപദേശിച്ചു. ഭഗവാനെ, പുരുഷനെ പുത്രനായി ലഭിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടുള്ള വ്രതമാണ് പുംസവന വ്രതം. പുംസവനം, പുമാനെ സവിക്കുക, പ്രസവിക്കുക. പുംസവനം, പുംസവനം. പുമാനെ പ്രസവിക്കുവാൻ, പുമാനെ പുത്രനായി ലഭിക്കുവാൻ, പുരുഷനെന്നാൽ പുരുഷോത്തമനായ ഭഗവാനെ, ഭഗവാനെ പുത്രനായി ലഭിക്കുവാൻ വേണ്ടി ഒരു വ്രതം ഉപദേശിച്ചു. 1 വർഷം നീണ്ടു നിൽക്കുന്ന വ്രതം. ഇത്തിരി കഠിന വ്രതമായിരുന്നു. ഒരുപാട് അനുഷ്ഠാനങ്ങൾ കൊടുത്തു. ഇന്നതൊന്നും ചെയ്തുകൂടാ എന്ന് പറഞ്ഞു. അപ്പോ ദിതി അനുസരിച്ചു. 1 വർഷം നീളുന്ന ആ വ്രതം ഏറ്റെടുത്തു. നന്നായി വ്രതം, നീണ്ടു നിൽക്കുന്ന വ്രതം അനുഷ്ഠിക്കുകയാണ്. ദിതിക്ക് അതിഥിയോട് മത്സരമുണ്ട്. അതുകൊണ്ട് തനിക്കുണ്ടാകുന്ന പുത്രൻ അതിഥിയുടെ പുത്രനേക്കാൾ ശ്രേഷ്ഠനാവണം. അതിഥിയുടെ പുത്രന്മാരെ ജയിക്കണം, ഇന്ദ്രനെ ജയിക്കണം എന്നുള്ള സങ്കല്പം ദിതിയുടെ ഉള്ളിലുണ്ട്. ഭർത്താവ് ഉപദേശിച്ചത് ഭഗവാനെ പുത്രനായി ലഭിക്കാൻ വേണ്ടിയുള്ള വ്രതമാണ്. പക്ഷെ എന്തായാലും ദിതി സ്വഭാവം കൊണ്ട് അല്പം മത്സരബുദ്ധിയോടുകൂടി തന്നെയാണ് ആ വ്രതം അനുഷ്ഠിച്ചത്. അതിഥി പുത്രനായ ഇന്ദ്രനെ ജയിക്കുവാനുള്ള ഒരു പുത്രൻ വേണം എന്ന് വെച്ചിട്ട്. അത് ഇന്ദ്രൻ മനസ്സിലാക്കി. ചെറിയമ്മയുടെ ഉള്ളിലിരുപ്പ്. അപ്പോൾ ചെറിയമ്മയ്ക്ക് മകനുണ്ടായാൽ തന്റെ ശത്രുവായി ഭവിക്കും, തന്നെ കീഴ്പ്പെടുത്തും. അത് ഇന്ദ്രൻ ഭയപ്പെട്ടുകൊണ്ട് ഇന്ദ്രൻ തന്നെ ഒരു കൊച്ചു കുട്ടിയായ ഒരു വടുരൂപത്തിൽ, ഒരു ബ്രഹ്മചാരി വേഷത്തിൽ ദിതിയുടെ ഗൃഹത്തിൽ ദിതിയുടെ അറ്റൻഡന്റായി, ദിതിയെ ശുശ്രൂഷിക്കുന്ന പ്രവൃത്തികളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് എവിടുന്നോ വന്നൊരു അനാഥബാലനെ പോലെ നിന്നു. ദിതിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക, ദിതിയെ ശുശ്രൂഷിക്കുക. അങ്ങനെയുള്ള കാര്യത്തിൽ ദിതിക്ക് പൂജകളൊക്കെ ഉണ്ട്. പുംസവന വ്രതം എന്ന് പറഞ്ഞാല് ഭഗവാൻ വിഷ്ണുവിനെ പൂജിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലൊക്കെ സഹായിക്കുക. പുഷ്പങ്ങളും ദർഭകളും ഹോമദ്രവ്യങ്ങളും ചമതയും ഒക്കെ പറിച്ചോണ്ട് വരിക, എല്ലാം ഒരുക്കി കൊടുക്കുക, പാത്രം വൃത്തിയാക്കി കൊടുക്കുക. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ ബ്രഹ്മചാരിയായി, പ്രച്ഛന്ന വേഷധാരിയായി ഇന്ദ്രൻ കഴിച്ചു കൂട്ടുകയാണ്. എന്തിനാ? ഈ അമ്മ എപ്പോഴെങ്കിലും വ്രതഭംഗം ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഉള്ളിലിരിക്കുന്ന ഗർഭസ്ഥനായ ശിശുവിനെ വധിക്കാനായിക്കൊണ്ട് അവസരം കാത്തിരിക്കുകയാണ്. അപ്പോ ഈ അമ്മ ഗർഭിണിയാണ്, ഭർത്താവിൽ നിന്ന് ഗർഭവും ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ഗർഭിണിയായ ദേവി ഭർത്താവ് പറഞ്ഞ വിധിപ്രകാരം പരമാവധി അനുഷ്ഠിക്കുന്നുണ്ട്. എങ്കിലും മത്സര ബുദ്ധിയുള്ള ആളായതുകൊണ്ട് ഭക്തിപൂർവമുള്ളൊരു വ്രതമൊന്നുമല്ല, കുറച്ചൊക്കെ ഭക്തി ഉണ്ട് താനും. ദിതി എന്നാൽ തന്നെ ദ്വൈത ബുദ്ധി എന്നാണ് അർത്ഥേ. മത്സര ബുദ്ധിയാണ്, ദ്വൈത ബുദ്ധിയാണ്, ഭേദബുദ്ധിയാണ്. അപ്പൊ തന്റെ സഹോദരിയായ അതിഥിയോട് സാപജ്ഞ ഭാവമുണ്ട്, ശത്രുഭാവം. അപ്പൊ എങ്ങനെയും അവളെക്കാൾ കേമി ആവണം എന്നുള്ള വിചാരമുണ്ട്.
അവളുടെ മക്കളെക്കാൾ നല്ല മക്കളാവണം എൻ്റെ മക്കൾ എന്നുള്ള മത്സരമുണ്ട്. അങ്ങനെയുള്ള ദിതി ആ വ്രത നിയമങ്ങൾ അറിയാതെ ലംഘിക്കുകയാണ്. എന്താണ് ഈ വ്രതത്തില്? ദിവസവും രാവിലെ എഴുന്നേറ്റ് കുളി, വൈകുന്നേരം കുളി, ഉപചാരങ്ങളൊക്കെ ഉണ്ട്, പല അനുഷ്ഠാനങ്ങളുണ്ട്. അപ്പൊ അതിൽ സന്ധ്യാനേരത്ത് ഉറങ്ങാൻ പാടില്ല, വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ തലവെച്ച് കിടക്കാൻ പാടില്ല, തലമുടി അഴിച്ചിട്ട് ഉറങ്ങാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ട്. ഇത് വ്രതത്തിന്റെ ക്ഷീണം കൊണ്ടും ഗർഭത്തിന്റെ ക്ഷീണം കൊണ്ടും ഏകദേശം വ്രതം അവസാനിക്കാറായി 1 വർഷം ആവാറായപ്പോൾ ഒരു ദിവസം അറിയാതെ സന്ധ്യാവേളയിൽ ഉമ്മറപ്പടിയിൽ തലയും വെച്ച് തലമുടിയും അഴിച്ചിട്ട് സുഖമായി ഉറങ്ങിപ്പോയി ദിതി. 3 കാര്യവും സംഭവിച്ചു. സന്ധ്യാകുമ്പോ ഉമ്മറപ്പടിയിൽ തലവെച്ച് തലമുടിയും അഴിച്ചിട്ട് ഉറങ്ങി. അപ്പൊ വ്രതഭംഗമായി. ഇപ്പോഴാണ് ഇന്ദ്രനും അവസരം കിട്ടിയത്. തന്റെ ചെറിയമ്മയായ ദിതിയുടെ ഗർഭത്തിലേക്ക് ഇന്ദ്രൻ സൂക്ഷ്മ രൂപത്തിൽ പ്രവേശിച്ചു. വജ്രായുധവുമായി പ്രവേശിച്ച് ഈ ഗർഭസ്ഥ ശിശുവിനെ 7 കഷ്ണങ്ങളാക്കി കീറി മുറിച്ചു. ആ കുട്ടി ഉള്ളിലിരുന്നുകൊണ്ട് കരഞ്ഞു. നിലവിളിച്ച് കരഞ്ഞപ്പോ ഇന്ദ്രൻ ആ കുട്ടികളോട് പറഞ്ഞു, കുട്ടി കീറിയപ്പോഴും മുറിഞ്ഞപ്പോഴും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, ഭഗവാനെ കുറിച്ചാണല്ലോ വ്രതം, പുംസവന വ്രതമാണല്ലോ. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഈ കുട്ടി 7ആയി കീറിയപ്പോഴും മരിച്ചില്ല, കരഞ്ഞു. കരഞ്ഞപ്പോ ഇന്ദ്രൻ പറഞ്ഞു, മാരുത കരയണ്ട കരയണ്ട എന്ന് പറഞ്ഞു. അപ്പോഴും ആ കുട്ടികൾ കരഞ്ഞപ്പോ ഒന്നുകൂടെ ഈ 7ആയി മുറിച്ച കഷ്ണങ്ങളെ ഓരോന്നിനെയും 7 മുറിച്ചു. എന്നിട്ടും മരിച്ചില്ല. കാരണം ഭഗവാന്റെ അനുഗ്രഹം. പോഷണം തദനുഗ്രഹ. ഭഗവാൻ പോഷിപ്പിച്ചതാണ് ഈ കുട്ടികളെ. വ്രതം കൊണ്ടുണ്ടായ കുട്ടികളാണ്. അപ്പൊ ദിതി ഭഗവാനെ വ്രതം അനുഷ്ഠിച്ചത് കൊണ്ട് ഈ കുട്ടികൾ മരിച്ചില്ല. 7 49 കുട്ടികളായി തീർന്നു. ആ 49 കുട്ടികളെയും കൊണ്ട് ഇന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി ഗർഭത്തിൽ നിന്ന്. അമ്മ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു നോക്കിയപ്പോ 50 കുമാരന്മാര് മുമ്പിൽ നിൽക്കുന്നു, സുന്ദരന്മാര്, ദേവന്മാര്. ആരാ നിങ്ങളെന്ന് ചോദിച്ചു ദിതി. അപ്പോ ഇന്ദ്രൻ മുമ്പിൽ നിന്നുകൊണ്ട് ഉള്ളത് പറഞ്ഞു. ചെറിയമ്മേ, ഇത് ഞാനാണ്, ഇന്ദ്രനാണ്. ചെറിയമ്മ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടി, ഒരു സന്തതി ഉണ്ടാവാൻ വേണ്ടി വ്രതം അനുഷ്ഠിച്ചപ്പോൾ ഞാൻ ഭയപ്പെട്ടുകൊണ്ട് ചെറിയമ്മയുടെ ഗർഭത്തെ നശിപ്പിക്കാൻ വേണ്ടി അമ്മയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. അമ്മയുടെ കുട്ടികളെ ഗർഭത്തിൽ വെച്ച് ഞാൻ മുറിച്ചു. പക്ഷെ അവർ മരിച്ചില്ല. അവരാണിപ്പോ 49 പേര് പുറത്ത് നിൽക്കുന്നത്. അപ്പോ ഈ ഇന്ദ്രൻ അവരെ ഇങ്ങനെ മുറിച്ചതായിട്ട് സമയത്ത് ആ കുട്ടികൾ പറഞ്ഞു, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളെ കൊല്ലരുത്, ഞങ്ങൾ അങ്ങയുടെ കൂടെ നിന്നോളാം എന്ന്. അപ്പോഴാണ് ഇന്ദ്രൻ അവരെ കൊല്ലാതെ പിന്നെ പുറത്തേക്ക് കൊണ്ടുവന്നത്. 49 നിർത്തിയത്. അല്ലെങ്കിൽ പിന്നെയും കഷ്ണങ്ങളാക്കിയിട്ടുണ്ടാവും. അപ്പൊ മരുത്തുക്കൾ ഉള്ളിൽ വെച്ച് ഇന്ദ്രനോട് കട്ടായിട്ടില്ലല്ലോ അല്ലേ? വിളിക്കുന്നവർ മേലേക്ക് മേലെ വിളിച്ചുകൊണ്ടിരിക്കുക. എത്ര പ്രാവശ്യം കട്ട് ചെയ്താലും വിവരം വേണ്ടേ? അടുപ്പിച്ച് വിളിക്കുമ്പോൾ കട്ട് ചെയ്താൽ കുറെ നേരം വിട്ടിട്ട് വേണം പിന്നെ വിളിക്കാൻ. ആരാണെങ്കിലും എന്തോ തിരക്കുണ്ട്, പിന്നെ നോക്കാം എന്നൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം വിളിക്കാൻ, അല്ലേ? ആ ഒരു മര്യാദ നമ്മളൊക്കെ പാലിക്കണം കേട്ടോ. ചില ആളുകൾക്ക് ബുദ്ധി ഉണ്ടാവില്ല, മന്ദബുദ്ധികളാണ്. ഒന്നോ രണ്ടോ പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ കുറേ നേരത്തേക്ക് നമ്മൾ വിളിക്കരുത് അവരെ. കാരണം അവരെന്തോ തിരക്കിലാണെന്ന് നമ്മൾ ഊഹിച്ചോളണം. ഇതാണ് ഒരു മര്യാദ, മാനേഴ്സാണ് ഇതൊക്കെ, കേർട്ടിസിയാണ്. ഇത് തുടർച്ചയായിട്ട് വിളിച്ചുകൊണ്ടേയിരിക്കുക ആൾക്കാർ. ഒരേ ആള് തന്നെ കട്ട് ചെയ്ത് കളഞ്ഞാലും പിന്നെയും വിളിക്കുക. വിവരം കെട്ടവർ.
ആരാണെങ്കിലും ശരി. ആരാന്നൊന്നും ഞാൻ ചോദിച്ചില്ല. പ്രത്യേകിച്ച് നമ്മളെ പോലെയുള്ള ഒരാള് ഒരു ആചാര്യനാണെന്ന് അറിഞ്ഞൂടെ, ക്ലാസ് എടുക്കുകയാണെന്ന് അറിഞ്ഞൂടെ? നിങ്ങളറിയാൻ വേണ്ടി പറയണ, ആരെ വിളിക്കുമ്പോഴും അതെ, നമ്മൾ 1 അല്ലെങ്കിൽ 2 പ്രാവശ്യം വിളിച്ചിട്ട് പിന്നെ കുറെ ടൈം കൊടുക്കണം. അതാണ് മാനേഴ്സ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടെങ്കിലും എത്ര അത്യാവശ്യമുണ്ടെങ്കിലും പിന്നെ വിളിക്കാവൂ. കാരണം ആവശ്യക്കാർ നമ്മളാണ്. ശരി, പറഞ്ഞു വന്നത് ആ കുട്ടികൾ ഇന്ദ്രനോട് പറഞ്ഞു, ഞങ്ങൾ അങ്ങയുടെ കൂടെ നിന്നോളാം, ഏട്ടന്റെ കൂടെ നിന്നോളാം എന്നായി. അങ്ങനെ ഇന്ദ്രൻ സമ്മതിച്ചിട്ടാണ് അവരെ പുറത്തേക്ക് കൊണ്ടുവന്നത്. പുറത്തു വന്നതായിട്ടുള്ള ആ കുട്ടികളെയും കൊണ്ട് ഇന്ദ്രൻ അമ്മയെ നമസ്കരിച്ചു, ദിതിയെ നമസ്കരിച്ചുകൊണ്ട്, അമ്മയെ എന്നോട് പൊറുക്കണം, ഇവര് എന്റെ സഹോദരന്മാരായിട്ട് ഞാൻ ഇവരെയും കൊണ്ട് പോകുകയാണ്, ഇവര് ദേവന്മാർ. എല്ലാവർക്കും ക്ലാസ് സമയത്തെ വിളിക്കാൻ തോന്നാറുള്ളൂ. ബാക്കി സമയം നമ്മൾ പലപ്പോഴും ഫ്രീ ആണ്, വിളിക്കാറില്ല. ബാക്കിയുള്ള സമയം ഫ്രീ ആയിട്ട് കിടപ്പുണ്ട്. ക്ലാസ്സുള്ള സമയത്തെ എല്ലാവരും വിളിക്കുള്ളൂ. എന്താണെന്നറിയില്ല, ചിന്തിക്കുന്നില്ല അവരൊന്നും. എല്ലാവരും നമ്മളോട് ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ്. നാരായണ, എനിക്ക് ക്ലാസ് സമയത്ത് ഇപ്പൊ കാണാലോ അല്ലേ? അപ്പോ അങ്ങനെ ഇന്ദ്രൻ അമ്മയെ നമസ്കരിച്ച് ഈ ഉണ്ണികളെയും കൊണ്ട് ഞാൻ പോകുകയാണ് അമ്മേ എന്ന് പറഞ്ഞു. അപ്പോ എന്തോ ദിതിക്ക് ഇത്രയും ദിവസത്തെ വിഷ്ണു വ്രതം ചെയ്തത് കൊണ്ട്, അങ്ങനെ ദിതി നല്ല സത്വഗുണം വർദ്ധിച്ചിരുന്നു. ഈ വ്രതം കൊണ്ട് ഇന്ദ്രനെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് തന്റെ 49 മക്കളെ കൊണ്ടുപോയിക്കോളാനായിട്ട് അനുവദിച്ചു കൊടുത്തു. പൊക്കോളൂ, കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് അനുവാദം കൊടുത്തു. അതാണ് ഇവിടെ പറഞ്ഞത്, ദുഷ്ടാശയേബി ശുഭദൈവ ഭവൻ നിഷേവ. ദുഷ്ടാശയെ അപി, ദുഷിച്ച മനസ്സുള്ള ആളുകൾക്ക് പോലും ഭവൻ നിഷേവ ശുഭദാ ഏവ, അങ്ങയെ സേവിക്കുന്നത് ശുഭദായകമാണ്. അപ്പൊ ദിതിക്ക് പോലും ശുഭത്തെ നൽകി, അഥവാ നല്ല മനസ്സിനെ കൊടുത്തു ഭഗവാനെ ഭജിച്ചത് കൊണ്ട്. അപ്പൊ വിഷ്ണു ഭജനം എപ്പോഴും നമുക്ക് അന്ധകരണ ശുദ്ധി തരും, നല്ല സ്വഭാവം തരും എന്നതാണ് ഇവിടെ എടുത്തു പറയുന്നത്. ത്വൽസേവനേന ദിതിരിന്ദ്രവദോദ്യതാപി, അങ്ങയുടെ സേവനം കൊണ്ട് ദിതി ഇന്ദ്രവധ ഉദ്യത അപി, ഇന്ദ്രനെ ശപിച്ച് അല്ലെങ്കിൽ ഇന്ദ്രനെ വധിക്കാനായിട്ട് പുത്രനുണ്ടാവണമെന്ന് സങ്കല്പിച്ചതായിട്ടുള്ള ദിതി താൻ പ്രത്യുതേന്ദ്ര സുഹൃദോ മരുതോ ബിലേബേ. പ്രത്യുത എന്നാൽ മറിച്ച്, ഇന്ദ്രസുഹൃദ മരുത അഭിലേബേ, ഇന്ദ്രന്റെ സുഹൃത്തുക്കളായി തീർന്ന മരുത്തുക്കളെ ലഭിച്ചു. അതാണ് ദുഷ്ടാശയെ അപി, ദുഷിച്ച മനസ്സാണെങ്കിലും ഭവൻ നിഷേവ ശുഭദായേവ, ഭഗവാനെ സേവിക്കുന്നത് മംഗളത്തെ നൽകുന്നതാണ്, അവരുടെ മനസ്സിനെ മാറ്റിമറിക്കും. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ തത്താദൃശത്വം, ഇപ്രകാരം എല്ലാവരെയും ശുദ്ധീകരിക്കുന്ന ഗുരുവായൂരപ്പ ത്വം അവമാം പവനാലയേശ,
പവനാലയേശ മാമവ, എന്നെ രക്ഷിച്ചാലും എന്ന് പറഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് മേൽപ്പത്തൂര് സമർപ്പിക്കുകയാണ്. അപ്പൊ മരുതുൽപ്പത്തി കഥനം എന്നാണ് ഈ 19-ാം അധ്യായത്തിന്റെ പേര്. ദിതി പുംസവനം അനുഷ്ഠിച്ച് പുത്രന്മാരുണ്ടാവുന്നതും അവര് ഇന്ദ്രന്റെ വജ്രായുധമേറ്റിട്ടും മരിക്കുന്നില്ല. അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. അതുപോലെ ഭഗവാനെ ഭജിച്ചതുകൊണ്ട് ദിതിക്ക് സന്മനസ്സുണ്ടായി. ഇന്ദ്രനെ ശപിച്ചില്ല, ഇന്ദ്രനെ ഉപദ്രവിച്ചില്ല. തന്റെ 49 മക്കളെയും ഇന്ദ്രനോട് കൊണ്ടുപോയിക്കൊള്ളാൻ അനുവാദം കൊടുത്തു. അതാണ് ഈ കഥയുടെ സാരം. അപ്പോ ഭഗവാന്റെ പോഷണം ആണ് ഈ ലോകത്തെ പോഷിപ്പിക്കുന്നത്. പോഷണം തദനുഗ്രഹ എന്നുള്ള ആ ആശയത്തെ പറഞ്ഞ് ഉപസംഹരിച്ചു. ഇനി നമുക്ക് 2 ദശകങ്ങള് ഭഗവാന്റെ അത്യത്ഭുതമായിട്ടുള്ള നരസിംഹാവതാരവും പ്രഹ്ലാദന്റെ ചരിത്രവുമാണ്. നാളെ കാണാം. ഇന്ന് നിർത്താം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം. വൈകിട്ട് കാണാം ഗീതയില്.